بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين طلع البدر മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവരിൽ മഹോന്നതൻ. ലോകർക്ക് കാരുണ്യമായി കൊണ്ടല്ലാതെ നബിയെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല. നന്മകൾ പൂത്തുലഞ്ഞ വ്യക്തിത്വം, സ്നേഹനിധിയായ പിതാവ്, ഇഷ്ടത്തോഴനായ ഭർത്താവ്, പരോപകാരിയായ അയൽക്കാരൻ, ദയാലുവായ സാമൂഹ്യ സേവകൻ, കാരുണ്യവാനായ പടനായകൻ, നീതിനിഷ്ഠനായ ഭരണാധികാരി, ധർമ്മമെന്തെന്ന് പഠിപ്പിച്ച ദൈവദൂതൻ, അധർമ്മങ്ങളിൽ നിന്നകറ്റിയ അന്തിമ പ്രവാചകൻ. അല്ലാഹുവിന്റെ ദൂതനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. സ്നേഹസംവാദം മാസിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുക. കൂടുതൽ വിവരങ്ങൾക്ക് www.muhammadnabi.info www.snehsamvadam.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറൻ വലാകിന്ന അക്തറൻ നാസി ലാ യഅലമൂൻ. ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരികളെ, നബി നിന്ന ചരിത്രവും പ്രത്യയശാസ്ത്രവും എന്ന തലക്കെട്ടിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള പാനൽ ഡിബേറ്റിനു വേണ്ടിയാണ് കൊല്ലം ടൗൺ ഹാളിൽ ഇന്ന് നമ്മളെല്ലാവരും സംഗമിച്ചിട്ടുള്ളത്. നബി നിന്ന നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമായൊരു വാക്കാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ദിക്കപ്പെടുന്നതും അപഹസിക്കപ്പെടുന്നതും വിമർശിക്കപ്പെടുന്നതും എതിർക്കപ്പെടുന്നതും ഒരു പുതിയ സംഭവമല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതാരംഭം മുതൽക്ക് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ദിക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും അപഹസിക്കപ്പെടുകയുമെല്ലാം ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിമർശിക്കപ്പെട്ടതിന്റെ, നിന്ദിക്കപ്പെട്ടതിന്റെ ചരിത്രവും ആ ചരിത്രത്തിന്റെ പിന്നിലുള്ള അജണ്ടകളും എന്തൊക്കെയാണ് എന്ന് ചർച്ച ചെയ്യാനാണ് ഇത്തരമൊരു തലക്കെട്ട് നാം തെരഞ്ഞെടുത്തിട്ടുള്ളത്. സഹോദരങ്ങളെ, നബി നിന്ന ചരിത്രവും പ്രത്യയശാസ്ത്രവും എന്ന വിഷയം മനസ്സിലാക്കണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ പ്രവാചക ജീവിതത്തിൽ നിർവഹിച്ച ദൗത്യം എന്തായിരുന്നു എന്നും ആ ദൗത്യം അറേബ്യൻ സമൂഹത്തിൽ നിർവഹിച്ച പരിണിതി എന്തായിരുന്നു എന്നും മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറേബ്യയിലാണ്
അദ്ദേഹത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്ന് നമുക്കറിയാം. അറേബ്യയിലെ പ്രബോധിത സമൂഹത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രചരിപ്പിച്ച ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നും ആ ആശയങ്ങൾ അവിടെ സൃഷ്ടിച്ച പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നും കൃത്യമായി മനസ്സിലാക്കുമ്പോൾ മാത്രമേ നബിനിന്ദയുടെ ചരിത്രവും പ്രത്യയശാസ്ത്രവും ഗ്രഹിക്കുവാൻ നമുക്കെല്ലാവർക്കും കഴിയൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറേബ്യയിൽ നിർവഹിച്ച ദൗത്യം, അതല്ലെങ്കിൽ ലോകത്ത് നിർവഹിച്ച ദൗത്യം സംക്ഷിപ്തമായി പറഞ്ഞാൽ എല്ലാത്തരം നന്മകളിലേക്കുമുള്ള ക്ഷണവും എല്ലാത്തരം തിന്മകൾക്കുമെതിരായ പോരാട്ടവുമായിരുന്നു. സകല തിന്മകൾക്കുമെതിരായ പോരാട്ടം, എല്ലാത്തരം നന്മകളിലേക്കുമുള്ള ക്ഷണം. ഈ ദൗത്യമാണ് ദൈവത്തിന്റെ ദൂത് നൽകപ്പെട്ട അന്തിമ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറേബ്യയിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് നിർവഹിക്കുന്നത്. തിന്മകൾക്കെല്ലാം അടിസ്ഥാനപരമായൊരു സ്വഭാവമുണ്ട്. നിങ്ങളിൽ എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. തിന്മയും ചൂഷണവും അഭേദ്യം ബന്ധപ്പെട്ട് നിൽക്കുന്ന രണ്ട് പദങ്ങളാണ്. ഏത് തിന്മക്കു പിന്നിലും ഒരു ചൂഷണ ശൃംഖലയുണ്ടാകും. തിന്മകളായി നാം പരിഗണിക്കുന്ന ഓരോ കാര്യങ്ങളെയും എടുത്ത് പരിശോധിച്ചു നോക്കുക. മദ്യപാനം ഒരു തിന്മയാണ് എന്ന് നമുക്കറിയാം. മദ്യപിക്കുന്ന വ്യക്തി യഥാർത്ഥത്തിൽ മദ്യവ്യവസായിയുടെ ചൂഷണത്തിന് ഇരയായി തീരുകയാണ് ചെയ്യുന്നത്. തന്റെ ആരോഗ്യവും സമ്പത്തും നശിപ്പിച്ച് മദ്യപിക്കുന്ന വ്യക്തി മദ്യവ്യവസായിയുടെ ചൂഷണത്തിന് തലവെച്ചു കൊടുക്കുകയും സ്വയം ഇരയാവുകയും ചെയ്യുകയാണ് മദ്യപിക്കുക വഴി സംഭവിക്കുന്നത് എന്ന് മദ്യപാനിയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. മദ്യപാനത്തിന്റെ മാത്രം പ്രശ്നമല്ല ഇത്. ഏത് തിന്മയെ നിങ്ങളെടുത്ത് പരിശോധിച്ചാലും ആ തിന്മക്ക് ചില പ്രായോജകരുണ്ട് എന്നും ആ പ്രായോജകരുടെ ചൂഷണത്തിന് ഇരയായി തീരുകയാണ് തിന്മ ചെയ്യുന്നവർ ചെയ്യുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബഹുദൈവാരാധന ഒരു തിന്മയാണ്. ബഹുദൈവാരാധന എന്ന തിന്മയിൽ ഏർപ്പെടുന്നവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് പൗരോഹിത്യത്തിന്റെ ചൂഷണത്തിന് ഇരകളായി തീരുകയാണ്. തങ്ങളുടെ പ്രാർത്ഥനകൾ, സഹായാർത്ഥനകൾ കേൾക്കാനും ഉത്തരം നൽകാനും പ്രപഞ്ചനാഥനും പരിപാലകനുമായ സ്രഷ്ടാവിന് മാത്രമേ കഴിയൂ എന്ന വസ്തുത തിരിച്ചറിയാതിരിക്കുകയും മരിച്ചുപോയ മഹാത്മാക്കൾക്കും വിഗ്രഹങ്ങൾക്കും ശവകുടീരങ്ങൾക്കും തങ്ങളുടെ സങ്കടങ്ങൾക്ക് നിവൃത്തിയുണ്ടാക്കാൻ കഴിയുമെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്ന ആളുകൾ ബഹുദൈവാരാധനയിൽ ഏർപ്പെടുമ്പോൾ ദൈവത്തിനും മനുഷ്യർക്കുമിടയിലെ ദല്ലാളുമാരായി ചമഞ്ഞ പുരോഹിതന്മാരുടെ ചൂഷണത്തിന് അവർ ഇരകളായി തീരുകയാണ് ചെയ്യുന്നത് എന്ന് കാണാൻ കഴിയും. ഇത് നമ്മെ കൊണ്ടെത്തിക്കുന്ന സുപ്രധാനമായൊരു വസ്തുതയുണ്ട്. ഏത് തിന്മക്കും പിന്നിൽ ഒരു ചൂഷണ ശൃംഖലയുണ്ടെങ്കിൽ, ആ തിന്മയിൽ നിന്ന് മുതലെടുക്കുന്ന ചില പ്രായോജകരുണ്ടെങ്കിൽ, തിന്മക്കെതിരായ പോരാട്ടം, തിന്മക്കെതിരായ ബോധവൽക്കരണം ആ ചൂഷകരെ നമ്മുടെ ശത്രുക്കളാക്കി മാറ്റും എന്ന അടിസ്ഥാനപരമായ പാഠം. ഇത് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഒരു സാമൂഹ്യ തിന്മക്കെതിരെ സംസാരിച്ചാൽ, നിങ്ങൾ ഒരു ദുരാചാരത്തിനെതിരെ രംഗത്തു വന്നാൽ, നിങ്ങൾ തിന്മ നിറഞ്ഞ ജീവിത പരിസരങ്ങളിൽ നിന്ന് മനുഷ്യരെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ സമൂഹത്തിൽ നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാകും. ആ ശത്രുക്കൾ സമൂഹത്തിലെ ചൂഷകരായിരിക്കും. നിങ്ങൾ ഏത് തിന്മയെയാണോ എതിർക്കുന്നത്, ആ തിന്മയിൽ നിന്ന് മുതലെടുക്കുന്ന, ആ തിന്മയുടെ പ്രായോജകരായി വർത്തിക്കുന്ന, ആ തിന്മയിൽ നിന്ന് സാമ്പത്തികമായ കാര്യലാഭം ഉണ്ടാക്കുന്ന, ആ തിന്മ വഴി സമൂഹത്തിൽ സ്വാധീനം നിലനിർത്തുന്ന ഒരു ചൂഷക വൃന്ദം ആ തിന്മയെ എതിർക്കുന്നവരുടെ ശത്രുവായി സ്വാഭാവികമായി മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിലെ തിന്മകൾക്കെതിരെ പടനയിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത് എന്ന് ഞാൻ സൂചിപ്പിച്ചു. അദ്ദേഹത്തിന്റെ പ്രബോധിത സമൂഹത്തിൽ നിലനിന്നിരുന്ന ചെറുതും വലുതുമായ സകലവിധ തിന്മകൾക്കുമെതിരായ ശക്തമായ പോരാട്ടമായിരുന്നു 23 വർഷക്കാലത്തെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. ആ ജീവിതം സ്വാഭാവികമായും ഈ തിന്മകളിൽ നിന്ന് മുതലെടുത്തവരെ, ചൂഷക പരീക്ഷകളെ, ജനങ്ങളെ ചൂഷണം ചെയ്ത് തടിച്ചു കൊടുത്തവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കളാക്കി മാറ്റുന്നതാണ് നാം കാണുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലം ജനങ്ങളെ തിന്മയിൽ നിന്ന് മോചിപ്പിക്കാനും നന്മയിലേക്ക് നയിക്കുവാനും വേണ്ടി അധ്വാനിച്ചതിന്റെ ഫലമായി
അറേബ്യയിലെ സാമൂഹ്യ തിന്മകളിൽ നിന്ന് മുതലെടുത്ത് ജീവിച്ചിരുന്ന ചൂഷക പരിശകൾ മുഴുവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒന്നാന്തരം ശത്രുക്കളായി മാറുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറ്റുധരിപ്പിക്കുവാനുള്ള കുടിലമായ പരിശ്രമങ്ങളിൽ ഏർപ്പെടുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കുകയും നിന്ദിക്കുകയും അപഹസിക്കുകയുമെല്ലാം ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ അന്ത്യവർഷങ്ങളിൽ ഇസ്ലാം അറേബ്യയുടെ അതിർത്തികൾ ഭേദിച്ച് അയൽ നാടുകളിലേക്ക് കടന്നു ചെന്നു എന്ന് നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം ഇസ്ലാം അറേബ്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അതിർത്തികളെ ഭേദിച്ച് വിശാലമായി ലോകരാഷ്ട്രങ്ങളിലേക്ക് കടന്നു ചെല്ലുകയും വ്യത്യസ്ത ജനസംസ്കാരങ്ങളെ സ്വാധീനിക്കുകയും ലോകത്തെമ്പാടും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുയായികൾ ഉണ്ടാവുകയും ചെയ്തു. ഇവിടെ ലോകത്ത് സ്വാധീനം ചെലുത്തിയിരുന്ന, ലോകത്തെ ചൂഷണം ചെയ്തിരുന്ന ചില ആളുകൾക്ക് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമന കാലത്ത് ഒരു മതസമൂഹം എന്ന നിലക്ക് ലോകത്ത് ശക്തമായ സ്വാധീനമുണ്ടായിരുന്നത് ക്രൈസ്തവ സമൂഹത്തിനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറേബ്യയിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന സമയത്ത് റോമാ സാമ്രാജ്യം ക്രിസ്തുമതത്തിന്റെ ശക്തമായ കേന്ദ്രങ്ങളിലൊന്നായിരുന്നു. ക്രിസ്തുമതത്തിന് എല്ലാവിധ സ്വാധീനവും ശക്തിയും ഉണ്ടായിരുന്ന ഒരു ഭരണകൂടമാണ് റോമിൽ അക്കാലത്ത് നിലനിന്നിരുന്ന ഭരണകൂടം. ആ ഭരണകൂടത്തിന് കീഴിൽ ഭരണത്തിന്റെ സൗകര്യങ്ങളെല്ലാം ഉപയോഗിച്ച് അവിടെ നിലനിന്നിരുന്ന ക്രൈസ്തവ സംസ്കാരത്തിന് ഇസ്ലാമിന്റെ പ്രചാരം ശക്തമായ ഭീഷണികൾ ഉയർത്തുന്നത് ചരിത്രത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ക്രിസ്തുമതം എന്ന് ഞാൻ പറയുമ്പോൾ ക്രിസ്തു മതത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനങ്ങൾ ഭീഷണിയായി എന്ന് ഞാൻ പറയുമ്പോൾ, ക്രിസ്തു മതത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച ആളുകൾ ഭീഷണിയായി എന്ന് ഞാൻ പറയുമ്പോൾ, യേശു ക്രിസ്തുവിന്റെ ശത്രുവാണ് മുഹമ്മദ് നബി എന്ന് നിങ്ങളാരും തെറ്റിദ്ധരിച്ചുകൂടാത്തതാണ്. ക്രിസ്തു യേശു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുവോ മുഹമ്മദ് നബി ക്രിസ്തു യേശുവിന്റെ ശത്രുവോ അല്ല. ഇസ്ലാം പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തുവും മുഹമ്മദ് നബിയും പ്രപഞ്ചനാഥനാൽ നിയോഗിക്കപ്പെട്ട മഹാന്മാരായ ദൈവദൂതന്മാരായിരുന്നു, പ്രവാചകന്മാരായിരുന്നു എന്നാണ്. യേശു ക്രിസ്തു നിർവഹിച്ച അതേ ദൗത്യം തന്നെയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറേബ്യയിൽ നിർവഹിച്ചത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ പിൻഗാമിയായി യേശു നിർവഹിച്ച ദൗത്യത്തിന്റെ പൂർത്തീകരണം നിർവഹിച്ച അന്തിമ പ്രവാചകനായിട്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. പക്ഷേ യേശു ക്രിസ്തുവിന്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ട മതത്തിന്റെ അനുയായികൾ, ക്രിസ്തു യേശുവിന്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ട പൗരോഹിത്യത്തിന്റെ വക്താക്കൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശങ്ങളെ വെറുക്കുകയും ഭയക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം അദ്ദേഹത്തിന്റെ മരണത്തിന് തൊട്ടുടനെയുള്ള വർഷങ്ങളിൽ ഉണ്ടായിത്തീരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതെന്തുകൊണ്ടാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്ന സമയത്ത് ക്രിസ്തുവിന്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള മതം യേശു ക്രിസ്തുവിൽ നിന്ന് ബഹുദൂരം അകന്നുപോയിരുന്നു. ക്രിസ്തുവിന്റെ സന്ദേശങ്ങളെ കൈയൊഴിക്കുകയും പൗലോസിന്റെ സന്ദേശങ്ങളെ സ്വീകരിക്കുകയും ചൂഷണങ്ങൾക്കെതിരെ പടപൊരുതിയ യേശു ക്രിസ്തുവിനെ തന്നെ ആത്മീയമായ ചൂഷണങ്ങൾക്കുള്ള ഉപാധിയായി പരിവർത്തിപ്പിക്കുകയും ക്രിസ്തു യേശു ദൈവമോ ദൈവപുത്രനോ ആണെന്നുള്ള തെറ്റുധാരണ വളർത്തുകയും ക്രിസ്തു യേശുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുകയും ക്രിസ്തു യേശുവിന്റെയും പുരോഹിതന്മാരുടെയും മധ്യസ്ഥതയില്ലാതെ പ്രപഞ്ചനാഥനെ നേരിട്ട് വിളിച്ച് നിങ്ങളുടെ സങ്കടങ്ങൾ ഉണർത്തിക്കൂടാ എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയുമെല്ലാം ചെയ്ത് മനുഷ്യരെ ചൂഷണം ചെയ്ത് നിലനിൽക്കുന്ന ഒരു സ്ഥാപനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലമായപ്പോഴേക്കും ക്രിസ്തുമതം മാറിയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് പറഞ്ഞു, അല്ല, നിങ്ങൾ ഈ കാണുന്ന ക്രിസ്തു മതത്തിന് യേശു ക്രിസ്തുവുമായി ഒരു ബന്ധവുമില്ല. നിങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ള സഭക്ക് യേശു ക്രിസ്തുവുമായൊരു ബന്ധവുമില്ല. നിങ്ങളുടെ മുമ്പിൽ ക്രിസ്തുമത പുരോഹിതന്മാർ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ആശയങ്ങൾക്ക് ക്രിസ്തു യേശുവുമായോ അദ്ദേഹത്തിന്റെ ജീവിതവുമായോ ഒരു ബന്ധവുമില്ല. യേശു ക്രിസ്തു ഒരിക്കലും താൻ ദൈവമാണ് എന്ന് അവകാശപ്പെട്ടിട്ടില്ല, താൻ ദൈവപുത്രനാണ് എന്ന് അവകാശപ്പെട്ടിട്ടില്ല. ത്രിയേക ദൈവങ്ങളിലെ ഒരാളത്വമാണ് താൻ എന്ന അവകാശവാദം ക്രിസ്തു യേശു തന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഉന്നയിച്ചിട്ടില്ല. അദ്ദേഹം ജനങ്ങളെ പഠിപ്പിച്ചത് പ്രപഞ്ചനാഥനും സ്രഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനും അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാനും അവനോട് മാത്രം സഹായമർത്ഥിക്കാനുമാണ്.
ആ സന്ദേശത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ച് അവരെ ക്രിസ്തുവിനെ ആരാധിക്കുന്നവരാക്കി തീർക്കുക വഴി യേശു ക്രിസ്തുവിനോട് അനീതി പ്രവർത്തിക്കുകയാണ് ക്രൈസ്തവ സഭ ചെയ്യുന്നത് എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലൂടെ അറേബ്യയിൽ ചെയ്തത്. ഇത് വലിയ പ്രതികരണങ്ങൾ ക്രൈസ്തവ സമൂഹത്തിൽ ഉണ്ടാക്കി. ക്രൈസ്തവ സമൂഹം അങ്ങേയറ്റം ആരാധിക്കുന്ന യേശു ക്രിസ്തു, അവർ തങ്ങളുടെ ദൈവമായി കൊണ്ടു നടക്കുന്ന യേശു ക്രിസ്തു, അവർ ആരാധിക്കുന്ന യേശു ക്രിസ്തു, ആ യേശു ക്രിസ്തു യഥാർത്ഥത്തിൽ ക്രൈസ്തവരുടെ സ്വന്തമല്ല എന്ന് പ്രഖ്യാപിക്കുകയും ക്രിസ്തു യേശു ഒരു മുസ്ലിം ആയിരുന്നു എന്ന് വിശദീകരിക്കുകയും ക്രിസ്തു യേശുവിന്റെ യഥാർത്ഥ സന്ദേശം പ്രബോധനം ചെയ്യുന്നത് താനാണ് എന്ന് വാദിക്കുകയും ക്രൈസ്തവ സഭയുടെ ആശയങ്ങൾക്ക് ക്രിസ്തുവുമായി ബന്ധമില്ല എന്ന് ധൈര്യസമേതം പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു പ്രവാചകന്റെ സ്വാധീനം വർദ്ധിച്ചാൽ തങ്ങളുടെ ചൂഷണ വ്യവസായത്തിന്റെ വാതിലുകൾ എന്നേക്കുമായി അടയും എന്ന് മനസ്സിലാക്കാൻ ക്രൈസ്തവ പൗരോഹിത്യത്തിന് വളരെ താമസിയാതെ കഴിഞ്ഞു. അതുമുതൽ ക്രൈസ്തവ പൗരോഹിത്യം പരിശ്രമിച്ചത്, ക്രിസ്തുവിന്റെ പേരിൽ ജനങ്ങളെ ചൂഷണം ചെയ്തിരുന്ന പുരോഹിതന്മാർ പരിശ്രമിച്ചത്, ക്രിസ്തുവിന്റെ യഥാർത്ഥ വ്യക്തിത്വം വെളിപ്പെടുത്തിയ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ജനങ്ങൾ പഠിക്കാതിരിക്കുവാൻ വേണ്ടി സംവിധാനങ്ങളും സാഹചര്യങ്ങളും ഒരുക്കാനാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ജനങ്ങൾ പഠിച്ചാൽ, അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ ശ്രവിച്ചാൽ, അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങൾക്ക് ചെവി കൊടുത്താൽ, അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ നിഷ്പക്ഷമായ വായനയ്ക്ക് വിധേയമാക്കിയാൽ യേശു ക്രിസ്തുവിന്റെ യഥാർത്ഥ വ്യക്തിത്വം അവർക്ക് ബോധ്യപ്പെടുമെന്നും അവർ ക്രിസ്തുവിന്റെ മതമല്ല ക്രിസ്തു മതം എന്ന് തിരിച്ചറിയുമെന്നും സഭയുടെ ചൂഷണങ്ങൾ അവർ തിരസ്കരിക്കുമെന്നും സഭയെയും പൗലോസിനെയും മാറ്റിവെച്ച് ക്രിസ്തു യേശുവിന്റെ വഴി സ്വീകരിച്ച് പ്രപഞ്ചനാഥനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നവരായി അവർ മാറുമെന്നും ഭയപ്പെട്ട ക്രൈസ്തവ പൗരോഹിത്യം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറ്റുധരിപ്പിക്കുവാനുള്ള തീവ്രമായ പരിശ്രമങ്ങളിൽ ഏർപ്പെടുകയാണ് പിന്നീട് ചെയ്തത്. നിങ്ങളിൽ എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, CE 741 അന്നത്തെ വളരെ പ്രഗത്ഭനായ ഒരു ക്രൈസ്തവ പണ്ഡിതൻ, ജോൺ ഓഫ് ദമാസ്കസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ക്രൈസ്തവ പണ്ഡിതൻ, അദ്ദേഹം കൺസേണിംഗ് ഹെറസീസ് എന്ന പേരിൽ പ്രശസ്തമായൊരു പുസ്തകം രചിക്കുന്നുണ്ട്. മതനിന്ദകരെ സംബന്ധിച്ച പുസ്തകം എന്ന പേരിൽ അദ്ദേഹം എഴുതിയ ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം അതിന്റെ 1-ാമത്തെ അധ്യായത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നത് മുഹമ്മദ് നബി അന്തിക്രിസ്തുവിന് വഴിയൊരുക്കാൻ വേണ്ടി കടന്നു വന്ന വ്യക്തിയാണ് എന്നാണ്. അന്തിക്രിസ്തുവിന്, മസീഹുദ്ദജാലിന് വഴിയൊരുക്കാൻ വേണ്ടി കടന്നു വന്ന വ്യക്തിത്വമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അക്കാലത്തെ പ്രഗത്ഭനായിരുന്ന ക്രൈസ്തവ പണ്ഡിതൻ ജോൺ ഓഫ് ദമാസ്കസ് അദ്ദേഹത്തിന്റെ കൺസേണിംഗ് ഹെറസീസ് എന്ന പുസ്തകത്തിൽ AD 741 രേഖപ്പെടുത്തിയത് നമുക്ക് വായിക്കാൻ കഴിയുന്നു. ഇവിടെ ജോൺ ഓഫ് ദമാസ്കസ് നിർവഹിക്കുന്നത് വളരെ സമർത്ഥമായ, വളരെ കൃത്യമായ ഒരു ദൗത്യമാണ്. ജോൺ ഓഫ് ദമാസ്കസ് തിരിച്ചറിഞ്ഞിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിക്കാനും അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ യഥാവിധി മനസ്സിലാക്കാനും ക്രിസ്ത്യാനികൾക്ക് അവസരമുണ്ടായാൽ അവർ യേശുക്രിസ്തുവിന്റെ മതം യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി പ്രബോധനം ചെയ്ത മതമാണ് എന്ന് തിരിച്ചറിയുമെന്നും ക്രൈസ്തവ സഭയെ അവർ വലിച്ചെറിയുമെന്നും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്ത ആദർശങ്ങൾ അവർ സ്വീകരിക്കുമെന്നും ഭയപ്പെട്ട ജോൺ ഓഫ് ദമാസ്കസ് തീരുമാനിച്ചു, ഇല്ല, മുഹമ്മദ് നബിയെ കുറിച്ച് ക്രൈസ്തവരാരും പഠിച്ചുകൂടാം. അന്തിക്രിസ്തുവിനെ പോലെ, മസീഹുദ്ദജാലിനെ പോലെ വെറുക്കപ്പെട്ട ഒരു വ്യക്തിയുടെ സ്ഥാനത്തേക്ക് മുഹമ്മദ് നബിയെ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചാൽ ക്രൈസ്തവരാരും തന്നെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിക്കുകയില്ല എന്ന് പ്രത്യാശിച്ച ജോൺ ഓഫ് ദമാസ്കസ് അതിനുവേണ്ടി നടത്തിയ കുടിലമായൊരു പ്രയോഗമായിരുന്നു യഥാർത്ഥത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്തിക്രിസ്തുവിന് വഴിയൊരുക്കാൻ വന്ന വ്യക്തിയാണ് എന്ന പ്രഖ്യാപനം. ജോൺ ഓഫ് ദമാസ്കസിന് ശേഷം ഇതേ പ്രയോഗം ഇതിനേക്കാൾ സ്പഷ്ടമായി കൊർദോവക്കാരനായ അൽവോറോസ് പൗലോസ് എന്ന ക്രൈസ്തവ പാതിരി CE 861 മരണപ്പെട്ട അൽവോറോസ് പൗലോസ് എന്ന ക്രൈസ്തവ പാതിരി നടത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. അൽവോറോസ് പൗലോസ് പറഞ്ഞത് മുഹമ്മദ് നബി അന്തിക്രിസ്തുവിന് വഴിയൊരുക്കാൻ വേണ്ടി വന്ന വ്യക്തിയാണ് എന്നല്ല, മറിച്ച് മുഹമ്മദ് നബി തന്നെയാണ് അന്തിക്രിസ്തു എന്നാണ്. യേശു ക്രിസ്തുവിന്റെ ശത്രുവായി ലോകത്തേക്ക് കടന്നു വരുമെന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന അന്തിക്രിസ്തു
യേശു ക്രിസ്തുവിന് നേരെ പോരാടുമെന്ന്, യേശു ക്രിസ്തുവിനെതിരെ പട നയിക്കുമെന്ന്, അന്ത്യനാളിന്റെ അടയാളമായി ലോകത്ത് പ്രത്യക്ഷപ്പെടുമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്ന വെറുക്കപ്പെട്ട വ്യക്തിയായ മസീഹു ദജ്ജാൽ. ആ മസീഹു ദജ്ജാലാണ്, അന്തിക്രിസ്തുവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അൽവോറോസ് പൗലോസ് 861 അന്നത്തെ ക്രൈസ്തവ സമൂഹത്തെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലൂടെ കടന്നുപോയാൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ വളരെ സമർത്ഥമായ ഒരു അട്ടിമറി നടക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ പിൻഗാമിയായി, അദ്ദേഹത്തിന്റെ ആശയങ്ങളുടെ സംരക്ഷകനായി, അദ്ദേഹത്തെ മഹത്വപ്പെടുത്തുന്നവനായി, അദ്ദേഹത്തിന്റെ ആശയങ്ങളുടെ യാഥാർത്ഥ്യം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നവനായി ലോകത്തേക്ക് കടന്നു വന്ന അന്തിമ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്തിക്രിസ്തുവാണ്, മസീഹു ദജ്ജാലാണ് എന്ന ഗുരുതരമായ തെറ്റുധാരണ സമൂഹത്തിൽ പടർത്തി സമൂഹത്തെ നബി പഠനങ്ങളിൽ നിന്ന് വഴിതിരിച്ചുവിടാനുള്ള കുടിലമായ പരിശ്രമം ക്രൈസ്തവ പൗരോഹിത്യം നടത്തുന്നതാണ് നമുക്ക് കാണേണ്ടി വരുന്നത്. ഇതിന്റെ അനന്തരഫലം സഭയും പുരോഹിതന്മാരും പറയുന്നത് മുഴുവൻ 100% സത്യമാണ് എന്ന് വിചാരിച്ച പാവം കുഞ്ഞാടുകളായി ജീവിച്ച സമൂഹത്തിലെ നല്ലവരായ ക്രൈസ്തവ സഹോദരങ്ങൾ, അവരുടെയെല്ലാം മനസ്സിൽ മുഹമ്മദ് നബിക്കുള്ള സ്ഥാനം മസീഹു ദജ്ജാലിന്റെ സ്ഥാനമായി, അന്തിക്രിസ്തുവിന്റെ സ്ഥാനമായി പരിണമിച്ചു എന്നതാണ്. നിങ്ങൾക്കറിയുമോ, 1095 ലോക ചരിത്രത്തിൽ വലിയ കോളിളക്കങ്ങൾ ഉണ്ടാക്കിയ കുരിശ് യുദ്ധങ്ങൾക്ക് സമാരംഭം കുറിക്കപ്പെടുന്നത്. 1095 അന്നത്തെ പോപ്പ് അർബൻ രണ്ടാമൻ അന്നത്തെ ക്രൈസ്തവ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രശസ്തമായ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ പല നാടുകളും മുസ്ലിങ്ങളുടെ കൈവശമാണ്. മുസ്ലിങ്ങളുടെ കൈവശമിരിക്കുന്ന നമ്മുടെ വിശുദ്ധ ദേശങ്ങൾ തിരിച്ചുപിടിക്കാൻ യുദ്ധത്തിലൂടെ ക്രൈസ്തവ രാജാക്കന്മാരെ നിങ്ങളെല്ലാവരും സന്നദ്ധരാകണം. ആ യുദ്ധത്തിന് കർത്താവിന്റെ പിന്തുണ നിങ്ങൾക്കുണ്ടാകുമെന്ന് അന്നത്തെ പോപ്പ് അർബൻ രണ്ടാമൻ പ്രഖ്യാപിച്ചതിന്റെ ഫലമായി 2 നൂറ്റാണ്ട് കാലം ക്രൈസ്തവ രാജാക്കന്മാരും പടയാളികളും മുസ്ലിം നാടുകളിലേക്ക് കടന്നുവന്ന് അവിടെ രക്തം ചിന്തി, അവിടുത്തെ ഭരണകൂടങ്ങളെ അട്ടിമറിച്ച്, അവിടുത്തെ സാധാരണക്കാരെ കൂട്ടക്കൊല ചെയ്ത്, അവിടെ കുടുംബങ്ങളിൽ കടന്നു ചെന്ന് മുസ്ലിം സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കാപാലികത്വം നിറഞ്ഞ മതാന്തതയുടെ വന്യത മുറ്റിയ പടയോട്ടങ്ങൾ നിർവഹിച്ച സംഭവമാണ് ചരിത്രത്തിൽ കുരിശ് യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ കുരിശ് യുദ്ധങ്ങൾ നടന്ന സമയത്ത് കുരിശ് യുദ്ധങ്ങൾക്ക് ക്രിസ്ത്യൻ പടയാളികളെ പ്രചോദിപ്പിക്കുവാൻ വേണ്ടി അന്നത്തെ ക്രൈസ്തവ പുരോഹിതന്മാർ നടത്തിയ ചില പ്രസ്താവനകൾ ഉണ്ടായിരുന്നു. അന്നത്തെ ക്രൈസ്തവ പുരോഹിതർ ക്രിസ്ത്യൻ പടയാളികളെ മുസ്ലിം നാടുകളിൽ നരമേധത്തിന് പ്രേരിപ്പിക്കുവാൻ വേണ്ടി അവരോട് പറഞ്ഞത്, മുഹമ്മദ് നബി യേശു ക്രിസ്തുവിന്റെ ശത്രുവാണ്. അദ്ദേഹം പ്രചരിപ്പിച്ച മതം ബഹുദൈവാരാധനയിൽ അധിഷ്ഠിതമാണ്. ബഹുദൈവാരാധനയിൽ അധിഷ്ഠിതമായ മുഹമ്മദ് പ്രചരിപ്പിക്കുന്ന മതത്തിലെ ഏറ്റവും വലിയ ആരാധ്യൻ മുഹമ്മദ് തന്നെയാണ്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ, പ്രപഞ്ചനാഥനെ, പ്രപഞ്ച പരിപാലകനെ, ഏകദൈവത്തെ അല്ല മുസ്ലിങ്ങൾ ആരാധിക്കുന്നത്. മുസ്ലിങ്ങൾ ആരാധിക്കുന്നത് മുഹമ്മദ് എന്ന വ്യക്തിയെയാണ്. മുഹമ്മദ് എന്ന വ്യക്തിയെ ആരാധിക്കുന്നവരായ മുസ്ലിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള പേര് മുഹമ്മദന്മാർ എന്നാണ്. ബഹുദൈവാരാധകരെ കൊല്ലുന്നത് കർത്താവിന് ഇഷ്ടമാകയാൽ മുഹമ്മദിനെ പൂജിക്കുന്ന മുഹമ്മദന്മാരെ കൊല്ലുന്നത് കർത്താവിന് ഇഷ്ടമാണ്. അതുകൊണ്ട് മുസ്ലിം നാടുകളിൽ കടന്നു ചെന്ന് മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്നതിൽ നിങ്ങൾക്കൊരു മനസ്താപവും അനുഭവപ്പെടേണ്ടതില്ല. പരലോകത്ത് നിങ്ങളാരും അതിന്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെടുകയില്ല. മറിച്ച് ബഹുദൈവാരാധകരെ കൊന്നൊടുക്കിയതിന്റെ പ്രതിഫലമായി നിങ്ങൾക്ക് ദൈവം തമ്പുരാൻ സ്വർഗം നൽകുമെന്ന് അന്നത്തെ ക്രിസ്ത്യൻ കുരിശുപടയാളികളെ ക്രിസ്ത്യൻ മതപുരോഹിതർ പറഞ്ഞു പഠിപ്പിച്ചതിന്റെ ഫലമായാണ് വികാരാവേശത്തിന്റെ മൂർധന്യത്തിൽ ക്രിസ്ത്യൻ കുരിശുപടയാളികൾ മുസ്ലിം നാടുകളിലേക്ക് കടന്നുവന്ന് ഈ തോന്നിവാസങ്ങൾ മുഴുവൻ ചെയ്തു കൂട്ടിയത് എന്ന് കുരിശ് യുദ്ധത്തിന്റെ ചരിത്രം വസ്തുനിഷ്ഠമായി വായിക്കുന്നവർക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട വളരെ പ്രസക്തമായൊരു ഭാഗമുണ്ട്. 2 നൂറ്റാണ്ടുകാലം കുരിശ് യുദ്ധത്തിന് പ്രത്യയശാസ്ത്ര പരിസരമൊരുക്കുന്നതിന് വേണ്ടി യൂറോപ്പിൽ മുഹമ്മദിനെ ആരാധിക്കുന്നവരാണ് മുസ്ലിങ്ങൾ എന്നും യേശു ക്രിസ്തുവിന്റെ ശത്രുവാണ് മുഹമ്മദ് നബി എന്നും മുഹമ്മദ് നബി പ്രബോധനം ചെയ്ത മതത്തിന് സെമിറ്റിക് പാരമ്പര്യവുമായി യാതൊരു ബന്ധവുമില്ല എന്നും അത് ബഹുദൈവാരാധനയിൽ അധിഷ്ഠിതമായ ഒരു പ്രാകൃത പേഗൻ മതമാണ് എന്നുമുള്ള തെറ്റുധാരണ
2 നൂറ്റാണ്ട് കാലം യൂറോപ്പിൽ ക്രിസ്ത്യൻ മതപുരോഹിതരുടെ പ്രഭാഷണങ്ങൾ വഴി പ്രചരിച്ചു എന്നതാണ് ഗൗരവമേറിയ വശം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വ്യക്തിയെയും അദ്ദേഹത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിങ്ങളാകുന്ന അദ്ദേഹത്തിന്റെ അനുയായികളെയും യൂറോപ്പിലെ ക്രൈസ്തവ സമൂഹം 2 നൂറ്റാണ്ട് കാലം തെറ്റിദ്ധരിക്കുവാൻ ഈ മതപുരോഹിതന്മാരുടെ പ്രസംഗങ്ങൾ വഴി നിർവഹിക്കപ്പെട്ട നുണപ്രസരണം നിമിത്തമായി എന്നാണ് കുരിശുയുദ്ധകാലത്തെ യൂറോപ്പിന്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുരിശുയുദ്ധങ്ങൾ അവസാനിച്ചു. മുസ്ലിം നാടുകൾക്കെതിരായ ക്രിസ്ത്യൻ പടയോട്ടങ്ങൾക്ക് ഒരു നാൾ അറുതി വന്നു. എന്നാൽ കുരിശുയുദ്ധത്തിന്റെ പ്രേതങ്ങൾ യൂറോപ്പിൽ നിന്ന് ഒഴിഞ്ഞുപോയില്ല. കുരിശുയുദ്ധത്തിന് പ്രത്യയശാസ്ത്ര പരിസരമൊരുക്കാൻ വേണ്ടി അന്നത്തെ ക്രൈസ്തവ മതപുരോഹിതർ നടത്തിയ കുടിലമായ നബിനിന്ദയുടെ ബാധയിൽ നിന്ന് മുക്തമാകാൻ യൂറോപ്പിലെ എഴുത്തുകാർക്ക് നൂറ്റാണ്ടുകളോളം കഴിഞ്ഞില്ല എന്ന് ഗൗരവത്തോടുകൂടി നമ്മളെല്ലാവരും മനസ്സിലാക്കണം. കുരിശുയുദ്ധങ്ങൾക്ക് തൊട്ടുശേഷം 14-ാം നൂറ്റാണ്ടിലാണ് യൂറോപ്പിലെ സാഹിത്യ നവോത്ഥാനത്തിന് നിമിത്തമായി തീർന്നു എന്ന് നമ്മളെല്ലാവരും പാഠപുസ്തകങ്ങളിൽ പഠിച്ചിട്ടുള്ള ഡാന്റെയുടെ ഡിവൈൻ കോമഡി എന്ന ദീർഘകവിത പ്രസിദ്ധീകൃതമാകുന്നത്. ഡാന്റെ എന്ന യൂറോപ്യൻ സാഹിത്യ നവോത്ഥാനത്തിന് ചുക്കാൻ പിടിച്ചു എന്ന് വിലയിരുത്തപ്പെടുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഡിവൈൻ കോമഡി എന്ന ദീർഘകവിത പ്രസിദ്ധീകരിക്കുന്നത് 1341 കുരിശുയുദ്ധങ്ങൾ കഴിഞ്ഞ് 1.5 നൂറ്റാണ്ട് പിന്നിട്ട് 14-ാം നൂറ്റാണ്ടിൽ ഡാന്റെ ഡിവൈൻ കോമഡി എന്ന കവിത രചിക്കുന്നു. എന്നാൽ ഈ ഡിവൈൻ കോമഡി എന്ന കവിത രചിച്ച 14-ാം നൂറ്റാണ്ടിൽ പോലും ഡാന്റെക്ക് കുരിശുയുദ്ധം പ്രസരിപ്പിച്ച നബിവിരുദ്ധമായ ധാരണകളിൽ നിന്ന് മുക്തനാകാൻ കഴിഞ്ഞില്ല എന്ന് ഡിവൈൻ കോമഡി വായിക്കുന്നവർക്ക് എളുപ്പത്തിൽ ബോധ്യമാകും. ഡിവൈൻ കോമഡിയിലെ സോങ്സ് ഓഫ് റോളണ്ട് എന്ന അധ്യായത്തിൽ ഡാന്റെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുന്നത് അലി റളിയല്ലാഹു അൻഹുവിനൊപ്പം നരകത്തിൽ ദൈവശിക്ഷ അനുഭവിച്ചുകൊണ്ട് നഗ്നനായി കിടക്കുന്ന ഒരാളായിട്ടാണ്. ജീവിതത്തിൽ പാപങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി, ജീവിതത്തിൽ മതനിന്ദ പ്രവർത്തിച്ചതിന്റെ ഫലമായി, ജീവിതത്തിൽ ദൈവനിന്ദ പ്രവർത്തിച്ചതിന്റെ ഫലമായി ദൈവശിക്ഷ അനുഭവിച്ച് നരകത്തിൽ നഗ്നനായി കിടക്കേണ്ടി വരുന്ന മഹാ അപരാധിയായിട്ടാണ് ഡാന്റെ അദ്ദേഹത്തിന്റെ ഡിവൈൻ കോമഡി എന്ന ദീർഘകവിതയിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചിത്രീകരിക്കുന്നത്. 14-ാം നൂറ്റാണ്ടിൽ തന്നെ റോബർട്ട് ഓഫ് കെറ്റോൺകാരനായ റോബർട്ട് എന്ന ക്രൈസ്തവ പണ്ഡിതൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിക്കുന്നവർക്ക് ഒരു ഗൈഡ് എന്ന നിലയിൽ, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നവർക്ക് ഒരു ഗൈഡ് എന്ന നിലയിൽ ഒരു ഖുർആൻ പരിഭാഷ രചിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ക്രൈസ്തവ സഹോദരങ്ങൾ, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ക്രൈസ്തവ സഹോദരങ്ങൾ ഈ ഖുർആൻ പരിഭാഷ വായിച്ചാൽ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതെല്ലാം മനസ്സിലാക്കാൻ കഴിയും എന്ന രൂപത്തിൽ കെറ്റോൺകാരനായ റോബർട്ട് എന്ന ക്രൈസ്തവ പണ്ഡിതൻ 14-ാം നൂറ്റാണ്ടിൽ രചിച്ച പരിശുദ്ധ ഖുർആനിന്റെ പരിഭാഷയുടെ പേര് ലെക്സ് മുഹമ്മദ സ്യൂഡോ പ്രൊഫറ്റ, കള്ളപ്രവാചകനായ മുഹമ്മദിന്റെ നിയമം എന്നായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു ഗ്രന്ഥത്തിന്റെ പരിഭാഷ, ആ ഗ്രന്ഥത്തോട് നമുക്ക് എന്തു തന്നെ വിയോജിപ്പുകൾ ഉണ്ടായാലും ആ ഗ്രന്ഥത്തോട് നീതി പുലർത്തിക്കൊണ്ടാണ് ആ പരിഭാഷയ്ക്ക് തലക്കെട്ടിടേണ്ടത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു വിവർത്തന കൃതിയുടെ സ്വാഭാവികമായ മര്യാദ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിന് അദ്ദേഹം രചിച്ച പരിഭാഷയ്ക്ക് കെറ്റോൺകാരനായ റോബർട്ട് നൽകിയ നാമം ലെക്സ് മുഹമ്മദ സ്യൂഡോ പ്രൊഫറ്റ, കള്ളപ്രവാചകനായ മുഹമ്മദിന്റെ നിയമം എന്നായിരുന്നു. ഞാൻ പറയുന്നത് കുരിശുയുദ്ധത്തിന് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി, കുരിശുയുദ്ധത്തിന് പടയാളികളെ പ്രചോദിപ്പിക്കാൻ വേണ്ടി യൂറോപ്പിൽ ക്രൈസ്തവ പൗരോഹിത്യം സൃഷ്ടിച്ചെടുത്ത നബിവിരുദ്ധമായ പൊതുമനഃശാസ്ത്രത്തിന്റെ ബാധയിൽ നിന്ന് രക്ഷപ്പെടുവാൻ 14-ാം നൂറ്റാണ്ടിൽ പോലും യൂറോപ്പിന് കഴിഞ്ഞില്ല എന്നാണ്. 14-ാം നൂറ്റാണ്ടിന് ശേഷം യൂറോപ്പിൽ, അല്ലെങ്കിൽ 14-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ യൂറോപ്പിൽ കത്തോലിക്ക സഭയ്ക്കെതിരായ ചെറിയ ചെറിയ ചലനങ്ങൾ ഉണ്ടാകുന്നത് ക്രൈസ്തവ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ജോൺ വൈക്ലിഫാണ് ഒരുപക്ഷെ കത്തോലിക്ക സഭയുടെ നെറികേടുകൾക്കെതിരെ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് തന്നെ പ്രതികരിച്ച ആദ്യത്തെ ക്രിസ്തുമത പണ്ഡിതൻ. ജോൺ വൈക്ലിഫ്, 14-ാം നൂറ്റാണ്ടുകാരനായ ജോൺ വൈക്ലിഫ്, അദ്ദേഹം മാർപ്പാപ്പയുടെ അനിയന്ത്രിതമായ അധികാരങ്ങളെ വെല്ലുവിളിക്കുകയും ബൈബിളാണ്, അല്ലാതെ പുരോഹിത വചനങ്ങളല്ല മതത്തിന്റെ സാക്ഷാൽ പ്രമാണം എന്ന് പ്രഖ്യാപിക്കുകയും ബൈബിൾ പ്രാദേശിക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുകയും സഭയുടെ ജീർണതകൾക്കെതിരെ ശക്തമായി പോരാടുകയും ചെയ്ത ക്രിസ്തുമത പരിഷ്കർത്താവാണ്. എന്നാൽ നിങ്ങൾക്കറിയുമോ,
ജോൺ വൈക്ലിഫിന്റെ ക്രിസ്തുമത പരിഷ്കരണത്തിന്റെ, കത്തോലിക്ക വിരോധത്തിന്റെ, സഭക്കെതിരായ പോരാട്ടത്തിന്റെ അന്തസത്തയും ആത്മാവും എന്തായിരുന്നു എന്ന് നിങ്ങൾക്കാർക്കെങ്കിലും അറിയുമോ? അറിഞ്ഞേക്കുക, ജോൺ വൈക്ലിഫ് സഭക്കെതിരെ പോരാടിയത്, സഭയുടെ നെറികേടുകൾക്കെതിരെ സംസാരിച്ചത്, സഭയുടെ തോന്നിവാസങ്ങൾക്കെതിരെ എഴുതിയത്, സഭക്കെതിരെ ജനങ്ങളെ അണിനിരത്തിയത് മുഹമ്മദ് നബിയും സഭയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. മതത്തിന്റെ പേരിൽ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന സഭ മതത്തിന്റെ പേരിൽ ജനങ്ങളെ ചൂഷണം ചെയ്ത മുഹമ്മദ് നബിയെ പോലെ തന്നെയാണ്. മതത്തിന്റെ പേരിൽ കളവുകൾ പറയുന്ന സഭ മതത്തിന്റെ പേരിൽ കളവുകൾ പറയുന്ന മുഹമ്മദ് നബിയെ പോലെ തന്നെയാണ്. മതത്തിന്റെ പേരിൽ ജനങ്ങളെ അടിമകളാക്കി വെക്കുന്ന സഭ മതത്തിന്റെ പേരിൽ ജനങ്ങളെ അടിമകളാക്കി വെക്കുന്ന മുഹമ്മദ് നബിയെ പോലെ തന്നെയാണ്. മതത്തെ ആത്മീയ ചൂഷണത്തിന്റെ ഉപാധിയാക്കി പരിവർത്തിപ്പിച്ച, മതത്തെ വ്യവസായമാക്കി മാറ്റിയ മതപുരോഹിതന്മാരുടെ മലീമസമായ മനസ്സിന് അന്തിമ പ്രവാചകന്റെ പരമപരിശുദ്ധമായ സാത്വികമായ ദൈവഭക്തി നിറഞ്ഞു കവിയുന്ന മനസ്സിനോട് ഉപമിക്കാൻ മാത്രം കുടിലവും മലിനവുമായി പ്രൊട്ടസ്റ്റന്റ് സഭയുടെ നെറികേടുകൾക്കെതിരെ പോരാടിയ പരിഷ്കർത്താക്കളുടെ മനസ്സിനെ പോലും കുരിശ് യുദ്ധകാലത്തെ നബിവിരുദ്ധ പ്രസംഗങ്ങൾ സ്വാധീനിച്ചു എന്നാണ് ഞാൻ പറയുന്നത്. ജോൺ വൈക്ലിഫിനെ നമ്മളെല്ലാവരും വെറുതെ വിടുക. ക്രിസ്തുമത നവോത്ഥാനത്തിന്റെ, ക്രിസ്തുമത പരിഷ്കരണത്തിന്റെ, കത്തോലിക്ക സഭക്കെതിരായ പോരാട്ടത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ പ്രതീകമായി ചരിത്ര പാഠപുസ്തകങ്ങൾ പരിചയപ്പെടുത്തുന്ന മാർട്ടിൻ ലൂതറെ നമ്മൾ എടുക്കുക. മാർട്ടിൻ ലൂതർ, അദ്ദേഹം 16-ാം നൂറ്റാണ്ടുകാരനാണ്. 16-ാം നൂറ്റാണ്ടിൽ പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത് യൂറോപ്പിൽ മതതത്വചിന്തയെ പുതിയൊരു വഴിയിലേക്ക് തിരിച്ചുവിട്ട മഹാനായ ബുദ്ധിജീവിയും ക്രിസ്തുമത പരിഷ്കർത്താവുമാണ് മാർട്ടിൻ ലൂതർ. പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന വ്യക്തി. ഈ പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന വ്യക്തി മാർട്ടിൻ ലൂതർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത് എ ഡെവിൾ ആൻഡ് ദി ഫസ്റ്റ് ബോൺ ഓഫ് സാത്താൻ എന്നാണ്. പിശാചും സാത്താന്റെ ആദ്യ സന്തതിയുമാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മാർട്ടിൻ ലൂതർ പ്രഖ്യാപിക്കുന്നതായി അദ്ദേഹത്തിന്റെ രചനകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാർട്ടിൻ ലൂതറും ജോൺ വൈക്ലിഫും അടക്കമുള്ള കത്തോലിക്ക സഭയുടെ എതിർചേരിയിൽ നിലകൊണ്ട ക്രൈസ്തവ പണ്ഡിതന്മാർക്ക് പോലും കത്തോലിക്ക സഭ പ്രസരിപ്പിച്ച കുരിശ് യുദ്ധകാലത്തെ നബിവിരുദ്ധ മനഃശാസ്ത്രത്തിൽ നിന്ന് കുതറിച്ചാടാൻ കഴിഞ്ഞില്ല എന്ന് മനസ്സിലാക്കി തരുന്ന സംഭവങ്ങളാണിതെല്ലാം. 18-ാം നൂറ്റാണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ഈ ചർച്ചയിൽ ഏറെ ശ്രദ്ധേയമായ ഒരു കാലമാണ്. 18-ാം നൂറ്റാണ്ടിൽ വളരെ ശ്രദ്ധേയമായ ചില മാറ്റങ്ങൾ ലോക രാഷ്ട്രീയ കാലാവസ്ഥയിലും യൂറോപ്പിന്റെ ദൈക്ഷണിക അന്തരീക്ഷത്തിലും ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ കഴിയും. 18-ാം നൂറ്റാണ്ടിൽ അന്നത്തെ ഇസ്ലാമിക രാഷ്ട്രമായി, ഇസ്ലാമിക സാമ്രാജ്യമായി അറിയപ്പെട്ടിരുന്ന ഓട്ടോമൻ തുർക്കികളുടെ സാമ്രാജ്യം ഭീകരമായ തകർച്ചകളെ നേരിട്ടു. അതേ അവസരത്തിൽ തന്നെ ഫ്രാൻസിൽ തത്വചിന്താ വിപ്ലവം ഉണ്ടാവുകയും ക്രിസ്തുമതത്തോടുള്ള അന്ധമായ വിധേയത്വത്തിൽ നിന്ന് യൂറോപ്പിന്റെ മനസ്സ് പതുക്കെ രക്ഷപ്പെടാൻ ആരംഭിക്കുകയും ചെയ്തു. ഒരു വശത്ത് ഇസ്ലാമിക രാഷ്ട്രീയ ശക്തിക്ക് സംഭവിച്ച ക്ഷയം ഇസ്ലാം ഭീതിയിൽ നിന്ന് യൂറോപ്പിനെ രക്ഷപ്പെടുത്തി. മറുവശത്ത് ക്രിസ്തുമതത്തിനോടുള്ള അന്ധമായ വിധേയത്വത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ക്രിസ്തുമത പുരോഹിതന്മാർ പറയുന്നതെല്ലാം സത്യമാണ് എന്നുള്ള ധാരണ ഉപേക്ഷിക്കാൻ യൂറോപ്പിനെ സഹായിച്ചു. ഈ കാലയളവിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ക്രിസ്തുമത പുരോഹിതന്മാർ ഇതുവരെ നമ്മളോട് പറഞ്ഞതൊന്നും ശരിയായി കൊള്ളണമെന്നില്ല എന്നും അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ അറിയാത്ത ഒരുപാട് ശരികൾ ഉണ്ടാകാമെന്നും നബിയെക്കുറിച്ച്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിക്കേണ്ടത് ക്രിസ്തുമത പുരോഹിതന്മാരുടെ പ്രഭാഷണങ്ങളിൽ നിന്നല്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച് സത്യസന്ധമായ അറിവ് നൽകാൻ പര്യാപ്തമായ പരിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നുമാണ് എന്ന ബോധം യൂറോപ്പിൽ ശക്തമായി വേരോടി. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിക്കുവാൻ, റസൂൽ നബി ചരിത്രത്തിന്റെ യഥാർത്ഥ സ്രോതസ്സുകളെ തേടി യൂറോപ്പ് അന്വേഷണം ആരംഭിച്ച സവിശേഷമായ കാലസന്ധിയാണ് 18-ാം നൂറ്റാണ്ട്. ഈ 18-ാം നൂറ്റാണ്ടിന് തൊട്ടുടനെയാണ് 19-ാം നൂറ്റാണ്ടിലാണ് മുസ്ലിം നാടുകളിലേക്ക് വ്യാപകമായ കൊളോണിയൽ അധിനിവേശങ്ങൾ ഉണ്ടാകുന്നത്. മുസ്ലിം നാടുകൾ അൾജീരിയയും ഈജിപ്തും മൊറോക്കോയും ലിബിയയും സുഡാനും അടക്കമുള്ള മുസ്ലിം രാഷ്ട്രങ്ങൾ 19-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിന്റെയും ബ്രിട്ടന്റെയും കോളനികളായി മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. ഫ്രഞ്ച് ബ്രിട്ടീഷ് കോളനികളായി മുസ്ലിം നാടുകൾ മാറിയതോടുകൂടി അന്നത്തെ ഫ്രഞ്ച് ബ്രിട്ടീഷ് ഭരണകൂടങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കൽ നിർബന്ധമായൊരു ബാധ്യതയായി തീർന്നു. ഇതിന് രണ്ട് കാരണങ്ങൾ ഉണ്ടായിരുന്നു.
ഒന്നാമതായി, ആ നാട്ടിലെ ജനങ്ങളെ അടക്കി ഭരിക്കണമെങ്കിൽ അവരുടെ ജീവിതത്തെയും സംസ്കാരത്തെയും നിയന്ത്രിക്കുന്ന മതത്തെക്കുറിച്ച് പഠിക്കൽ ഭരണകൂടത്തിന് അനിവാര്യമായിരുന്നു. രണ്ടാമതായി, ഫ്രഞ്ച് ബ്രിട്ടീഷ് ഭരണകൂടങ്ങൾക്കൊപ്പം ആ നാട്ടിൽ ക്രിസ്തുമത പ്രബോധനത്തിനു വേണ്ടി കടന്നു വന്ന ക്രൈസ്തവ മിഷനറിമാർക്ക് ഇസ്ലാമിനെ വിമർശിക്കണമെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കൽ നിർബന്ധമായിരുന്നു. ഇങ്ങനെ ഒട്ടനവധി ഘടകങ്ങൾ, ഇസ്ലാം ഭീതി നേർത്തു വന്നതും ക്രിസ്തുമതത്തോടുള്ള അന്ധമായ വിധേയത്വം കുറഞ്ഞതും മുസ്ലിം നാടുകൾ കോളനിവൽക്കരിക്കപ്പെട്ടതും അടക്കമുള്ള ഒട്ടേറെ ഘടകങ്ങൾ കാരണമായി 19-ാം നൂറ്റാണ്ടിലും 18-ാം നൂറ്റാണ്ടിലും ഇസ്ലാമിനെയും മുഹമ്മദ് നബിയെയും കുറിച്ച് സത്യസന്ധമായ പഠനങ്ങൾ നടത്താനുള്ള ത്വര യൂറോപ്പിലുടനീളം വർദ്ധിച്ചു വന്നു. എന്നാൽ യൂറോപ്പ് നബിയെ സത്യസന്ധമായി പഠിക്കാൻ തുടങ്ങിയ ഈ കാലഘട്ടത്തിൽ, യൂറോപ്പ് ഇസ്ലാമിനെ സത്യസന്ധമായി വായിക്കുവാൻ വേണ്ടി മാനസികമായി തയ്യാറെടുത്ത ഈ കാലഘട്ടത്തിൽ ഇല്ല വെളിച്ചത്തിന്റെ പ്രവാചകനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അന്തിമ ദൈവദൂതനെ യൂറോപ്പ് നേരാംവണ്ണം മനസ്സിലാക്കിക്കൂടാ എന്ന് തീരുമാനിച്ച ക്രൈസ്തവ പൗരോഹിത്യവും ബ്രിട്ടീഷ് സാമ്രാജ്യത്വവും ഒന്നു ചേർന്ന് നിന്ന് നബി പഠനത്തിന് മുതിരുന്നവരെ വഴിതെറ്റിക്കുവാൻ വേണ്ടി ഓറിയന്റലിസം എന്ന പ്രത്യേകമായൊരു വിജ്ഞാന ശാഖക്ക് ഭരണകൂടത്തിന്റെ സ്പോൺസർഷിപ്പോടുകൂടി ജന്മം നൽകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിലും 20-ാം നൂറ്റാണ്ടിന്റെ പൂർവാർദ്ധത്തിലുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ സത്യസന്ധമായി പഠിച്ച് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ എന്ന വ്യാജേന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ആരോപണങ്ങൾ കുത്തിനിറച്ച, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിക്കുവാൻ വേണ്ടി പരിശ്രമിച്ച, ശക്തമായ അക്കാദമിക പരിവേഷം സൃഷ്ടിച്ച് സത്യത്തിന്റെ മുഖാവരണമുള്ള നുണകൾ മുഖേന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ അപനിർമ്മിച്ച് അവതരിപ്പിക്കാൻ പരിശ്രമിച്ച നബി ചരിത്ര രചനകൾ ഓറിയന്റലിസ്റ്റുകളിൽ നിന്ന് സാമ്രാജ്യത്വത്തിന്റെ ഫണ്ടിങ്ങോടുകൂടി ഉണ്ടാകുന്നതിന് നാം സാക്ഷിയാകുന്നു. വില്യം മൂറിന്റെയും DS മാർഗോളിയത്തിന്റെയും മോൺഗോമറി വാട്ടിന്റെയും നബി ചരിത്ര രചനകൾ 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിലും 20-ാം നൂറ്റാണ്ടിന്റെ പൂർവാർദ്ധത്തിലുമായി ജന്മം കൊള്ളുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യസന്ധമായി പഠിക്കാൻ ആരംഭിച്ച യൂറോപ്പിലെ ബുദ്ധിജീവികളെ വികലമായ നബി ചരിത്രങ്ങൾ വഴി വഴിതെറ്റിക്കുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സഹോദരങ്ങളെ, യൂറോപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറ്റുധരിച്ച വഴികളെ കുറിച്ചാണ് ഞാൻ ഇത്ര നേരം സംസാരിച്ചത്. യൂറോപ്പിന് എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വികലമായ ധാരണകൾ യൂറോപ്പിന്റെ മനസ്സിലേക്ക് കടത്തിവിടാൻ ക്രൈസ്തവ പൗരോഹിത്യവും സാമ്രാജ്യത്വവും പരിശ്രമിച്ചത് എന്നതിന്റെ ഒരു ഏകദേശ ചിത്രമാണ് ഞാൻ നിങ്ങൾക്ക് പകർന്നു നൽകിയത്. ആ തെറ്റുധരിപ്പിക്കലിന്റെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തമസ്കരിക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമങ്ങളുടെ യഥാർത്ഥത്തിലുള്ള പ്രചോദനവും അജണ്ടകളും എന്തായിരുന്നു എന്ന് അന്വേഷിക്കുവാനാണ് നാം പരിശ്രമിച്ചത്. നാം ഇന്ത്യയിൽ ജീവിക്കുന്നവരാണ്, യൂറോപ്പിൽ ജീവിക്കാൻ അവസരമുണ്ടായിട്ടില്ലാത്തവരാണ്. യൂറോപ്പിൽ ജീവിക്കാൻ അവസരമുണ്ടായിട്ടില്ലാത്തവരായതുകൊണ്ട് യൂറോപ്പിലെ നബി വിരുദ്ധ നുണപ്രസരണങ്ങൾക്ക് കാതോർക്കേണ്ട ദൗർഭാഗ്യമില്ലാത്തത് കൊണ്ട് ഇന്നാട്ടിലെ പൊതുസമൂഹം, ഇന്ത്യയിലെയും കേരളത്തിലെയുമെല്ലാം മുസ്ലിം പൊതുസമൂഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരു തെറ്റുധാരണയുമില്ലാതെ ജീവിക്കുന്നവരാണ് എന്ന് നമ്മൾ ആരും വിചാരിക്കരുത്. ഇന്ത്യ 1.5 നൂറ്റാണ്ടിലധികം 2 നൂറ്റാണ്ടോളം കാലം ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നു എന്ന് നമുക്കറിയാം. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകൂടത്തിന് രാഷ്ട്രീയമായ അധിനിവേശത്തിന്റെ മുഖത്തോടൊപ്പം മതപ്രചാരണത്തിൻ്റെതായ ഒരു മിഷണറി മുഖം കൂടി ഉണ്ടായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ തണലുപയോഗിച്ച് ഇന്ത്യയിലെ ക്രൈസ്തവവൽക്കരിക്കാനുള്ള സമർത്ഥമായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ക്രിസ്തുമത പ്രബോധകർ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യയിലുടനീളം കറങ്ങി നടന്നിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ചരിത്ര രേഖകളുണ്ട്. ഈ ക്രിസ്തുമത പ്രബോധകർ ഭരണകൂടത്തിന്റെ തണലുപയോഗിച്ച് സാമ്പത്തികവും ഭരണപരവുമായ ഒത്താശകൾ ഉപയോഗിച്ച് ഇന്ത്യയിലുടനീളം നടത്തിയ ഇസ്ലാം വിരുദ്ധ പ്രസംഗങ്ങളിൽ അവർ കാര്യമായി ചെയ്തിരുന്നത് ഓറിയന്റലിസ്റ്റുകളുടെ നബിചരിത്ര ഗ്രന്ഥങ്ങളെ ഉപജീവിച്ച് ഓറിയന്റലിസ്റ്റുകൾ എഴുതിവെച്ച നബിചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് ഉദ്ധരണികൾ എടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അധാർമികനും യുദ്ധക്കൊതിയനും സ്ത്രീ
സ്ത്രീലമ്പടനുമായിരുന്നു എന്ന് പ്രചരിപ്പിക്കുകയുമായിരുന്നു എന്ന് മധ്യകാലഘട്ടത്തിലെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ ഇന്ത്യയിലെ മതപ്രവർത്തനങ്ങളെ കുറിച്ച് എഴുതപ്പെട്ട അക്കാദമിക ചരിത്ര ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ ക്രിസ്തുമത മിഷണറി, ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ക്രിസ്തുമത മിഷണറി CG ഫാണ്ടർ, അദ്ദേഹം അന്നത്തെ ഏറ്റവും പ്രഗത്ഭനായ ഓറിയന്റലിസ്റ്റും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉന്നത ഉദ്യോഗസ്ഥനുമായിരുന്ന വില്യം മൂറുമായി സഹകരിച്ച് മീസാനുൽ ഹഖ് എന്ന പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്ത്രീലമ്പടനും യുദ്ധക്കൊതിയനുമായി ചിത്രീകരിക്കുന്ന ഒരു ക്ഷുദ്രകൃതി പ്രസിദ്ധീകരിക്കുകയും ആ പുസ്തകം മുസ്ലിങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പൊതുസമൂഹത്തിൽ തെറ്റുധാരണകൾ വളർത്താൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. CG ഫാണ്ടറുടെ മീസാനുൽ ഹഖിനെ അവലംബിച്ച് അദ്ദേഹത്തിന്റെ പുസ്തകത്തിലെ നബി വിമർശനങ്ങളെ ഉപജീവിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് തെറ്റുധാരണകൾ പരത്താൻ യൂറോപ്പിലെ ക്രൈസ്തവ പൗരോഹിത്യത്തിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ലാത്ത രീതിയിൽ ഇന്ത്യയിലെ കേരളത്തിലെ ക്രൈസ്തവ പൗരോഹിത്യവും ചരിത്രത്തിലുടനീളം ചരട് വലിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ 20-ാം നൂറ്റാണ്ടിന്റെ പൂർവാർദ്ധത്തിൽ ക്രൈസ്തവ മിഷണറി പ്രവർത്തനവും ഇസ്ലാമിക പ്രബോധനവും ഇന്ത്യയിൽ വളരെ സജീവമായി നിലനിന്നിരുന്നു. ആ സജീവമായ ഇസ്ലാമിക പ്രബോധനത്തിന്റെയും ക്രൈസ്തവ മിഷണറി പ്രവർത്തനത്തിന്റെയും മറ പിടിച്ചുകൊണ്ടാണ് ഹിന്ദു ഷോവനിസം ഇന്ത്യയിൽ വളർന്നു വരുന്നത്. ഇന്ത്യയിലെ ഹിന്ദു വർഗീയ പ്രസ്ഥാനങ്ങൾ ജന്മം കൊള്ളുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ താഴ്ന്ന ജാതിക്കാർ ഇസ്ലാമിലേക്കും ക്രിസ്തു മതത്തിലേക്കും കടന്നു പോവുകയും അങ്ങനെ ഇന്ത്യയിലെ ചാതുർവർണ്ണ വ്യവസ്ഥിതി, ജാതി വ്യവസ്ഥിതി തകർന്നു വീഴുകയും ബ്രാഹ്മണ മേൽക്കോയ്മ അവസാനിക്കുകയും ഇവിടെയുള്ള സാധാരണക്കാരുടെ ആധിപത്യം സമൂഹത്തിൽ പുലരുകയും ചെയ്യും എന്ന ആശങ്കയിൽ നിന്നാണ് ഇന്ത്യയിലെ ഹിന്ദു പുനരുത്ഥാനവാദം ജന്മമെടുക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൈവത്തിൽ നിന്നുള്ള സന്ദേശങ്ങൾ പ്രബോധനം ചെയ്ത അന്തിമ പ്രവാചകൻ ഏറ്റവും പ്രാധാന്യപൂർവം ഉദ്ഘോഷിച്ച ആശയങ്ങളിലൊന്ന് മനുഷ്യ സമത്വം എന്ന ആശയമാണ്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. പരിശുദ്ധ ഖുർആനിലെ 49-ാമത്തെ അധ്യായം സൂറത്തുൽ ഹുജറാത്തിലെ 13-ാമത്തെ വചനം, മനുഷ്യരെ നിങ്ങളെല്ലാവരും ആദിപിതാവിന്റെയും ആദിമാതാവിന്റെയും മക്കളാണ്. നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളും വ്യത്യസ്ത സമൂഹങ്ങളും വ്യത്യസ്ത വർണ്ണങ്ങളും എല്ലാമാക്കി പടച്ച തമ്പുരാൻ വേർതിരിച്ചിട്ടുള്ളത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. തിരിച്ചറിയാനുള്ള മേൽവിലാസങ്ങൾ എന്നതിനപ്പുറത്ത് നിങ്ങൾ ജനിച്ച കുടുംബത്തിനോ നിങ്ങൾ ജനിച്ച ഗോത്രത്തിനോ നിങ്ങളുടെ തൊലിയുടെ നിറത്തിനോ നിങ്ങളുടെ മേൽവിലാസത്തിനോ യാതൊരു പ്രസക്തിയുമില്ല. പടച്ച തമ്പുരാന്റെ മുന്നിൽ ഉന്നതനാകുന്നത് ശരിയായ വിശ്വാസവും സൽക്കർമ്മങ്ങളും സ്വീകരിക്കുന്നവനാണ്. പടച്ച തമ്പുരാന്റെ മുന്നിൽ അധമനാകുന്നത് വിശ്വാസത്തിൽ പിഴച്ചു പോവുകയും താന്തോന്നിയായി ജീവിക്കുകയും ചെയ്യുന്നവനാണ്. ഉന്നത ജാതിയിൽ പിറന്നതുകൊണ്ട്, ബ്രാഹ്മണനായി ജനിച്ചതുകൊണ്ട് നിങ്ങൾ ആരും ഉദാത്തനാകുന്നില്ല. ശൂദ്രനായി പിറന്നതുകൊണ്ട്, അവർണനായി പിറന്നതുകൊണ്ട് നിങ്ങൾ ആരും അധമനാകുന്നില്ല. ബ്രാഹ്മണരായോ ശൂദ്രരായോ ക്ഷത്രിയരായോ വൈശ്യരായോ ചണ്ടാളരായോ പടച്ച തമ്പുരാൻ ആരെയും സൃഷ്ടിച്ചിട്ടില്ല തന്നെ. എല്ലാവരും മനുഷ്യർ, എല്ലാവരും ആദമിന്റെ മക്കൾ, ആദമിന്റെയും ഹവ്വയുടെയും മക്കളായി ഭൂമിയിലേക്ക് പിറന്നു വീണവർ മുഴുവൻ ഏകോദര സഹോദരങ്ങൾ. ഇവർക്കിടയിൽ ഉച്ചനീചത്വങ്ങൾ സൃഷ്ടിക്കാൻ, ഇവർക്കിടയിൽ ഉയർച്ച താഴ്ചകൾ കൽപ്പിക്കാൻ, ഇവർക്കിടയിൽ തൊടലും തീണ്ടലും ഐത്തവും ഉണ്ടാക്കാൻ ആര് പരിശ്രമിച്ചാലും അത് പൈശാചികമാണ്, മതപൗരോഹിത്യത്തിന്റെ നിർമ്മിതിയാണ്. ദൈവിക മതത്തിന്റെ പിൻബലം, ദൈവികമായ മാർഗദർശനത്തിന്റെ പിൻബലം ഇത്തരത്തിലുള്ള ഉച്ചനീചത്വങ്ങൾക്കില്ല എന്ന് ഉച്ചൈസ്തരം പ്രഖ്യാപിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ ഇന്ത്യയിലേക്ക് കടന്നു വന്നത്. ഇസ്ലാമിനെ ഭാരതം സ്വീകരിച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭാരതം സ്വീകരിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രചരിപ്പിച്ച മനുഷ്യ സമത്വത്തിന്റെ സന്ദേശത്തിന് ഭാരതം ചെവി കൊടുത്താൽ ചാതുർവർണ്ണ്യം കടപുഴകി വീഴുമെന്ന്, ജാതി വ്യവസ്ഥ തകർന്ന് തരിപ്പണമാകുമെന്ന്, അവർണനും സവർണനും തോളോട്
തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഏകോദര സഹോദരങ്ങളായി മാറുമെന്ന്, ബ്രാഹ്മണാധിപത്യത്തിന്റെ വേരുകളും ശാഖകളും തകർന്നു പോകുമെന്ന് ഹൈന്ദവ പുനരുത്ഥാനവാദികൾക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ തീരുമാനിച്ചു, പാടില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരും പഠിച്ചുകൂടാ, അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ ആരും ശ്രവിച്ചുകൂടാ, അദ്ദേഹത്തെ കുറിച്ച് തെറ്റുധാരണകൾ പരത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. അങ്ങനെയാണ് ഇന്ത്യയിൽ ഹൈന്ദവ പുനരുത്ഥാനത്തിന് ചുക്കാൻ പിടിച്ച സ്വാമി ദയാനന്ദ സരസ്വതിയും സ്വാമി വിവേകാനന്ദനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് തെറ്റുധാരണകൾ പരത്താൻ വേണ്ടി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ അടിസ്ഥാനരഹിതമായ വിമർശനങ്ങളിലൂടെ വികലമായി അവതരിപ്പിക്കാൻ വേണ്ടി അവരുടെ തൂലികയും നാവും ഉപയോഗിക്കുന്നത്. സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സമാജത്തിന്റെ സ്ഥാപകനായ, മഹാവേദ പണ്ഡിതനായ, സാമൂഹ്യ പരിഷ്കർത്താവായ, അങ്ങനെ എല്ലാമായ ആ അർത്ഥത്തിലെല്ലാം ആദരവർഹിക്കുന്ന സ്വാമി ദയാനന്ദ സരസ്വതി പക്ഷേ ജാതി വ്യവസ്ഥയുടെ ശക്തനായ പ്രണേതാവായിരുന്നു, ജാതി വ്യവസ്ഥയുടെ ശക്തനായ വക്താവായിരുന്നു. അതുകൊണ്ട് തന്നെ ജാതി വ്യവസ്ഥയുടെ ശത്രുവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദയാനന്ദ സരസ്വതിയുടെ കൂടി ശത്രുവായി മാറി. ദയാനന്ദ സരസ്വതി അദ്ദേഹത്തിന്റെ സത്യാർത്ഥ പ്രകാശം എന്ന പ്രശസ്തമായ ഗ്രന്ഥത്തിന്റെ 11ാമത്തെ അധ്യായത്തിൽ, ആര്യാവർത്തത്തിൽ നിലവിലുള്ള വിവിധ മതങ്ങളുടെ പരിശോധന എന്ന അധ്യായത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ സ്ത്രീലമ്പടത്വം മുതൽ യുദ്ധക്കൊതി വരെ, വിഗ്രഹാരാധന മുതൽ ആളുകളെ കൊന്നുകൂട്ടാനുള്ള ത്വര വരെയുള്ള പൈശാചികമായ ഗുണങ്ങൾ ആരോപിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറ്റുധരിപ്പിച്ച് അവതരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മഹർഷി വിവേകാനന്ദൻ മതസൗഹാർദ്ദത്തിന്റെയും സർവമത സമഭാവനയുടെയും ഉജ്ജ്വല പ്രതീകമായി കൊണ്ടാടപ്പെട്ടിട്ടുള്ള സ്വാമി വിവേകാനന്ദൻ, അദ്ദേഹത്തിന്റെ പരിപൂർണമായ രചനകൾ, അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ രചനകൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. വിവേകാനന്ദന്റെ കംപ്ലീറ്റ് വർക്സിലൂടെ കടന്നു പോകുക നിങ്ങൾ. പലയിടത്തായി വരികൾക്കിടയിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപസ്മാര രോഗിയായിരുന്നു എന്ന്, അദ്ദേഹം യുദ്ധക്കൊതിയനായിരുന്നു എന്ന്, അദ്ദേഹം കാമഭ്രാന്തനായിരുന്നു എന്ന്, അദ്ദേഹം കരുണയില്ലാത്തവനായിരുന്നു എന്ന്, അദ്ദേഹം ഇതര മതങ്ങളോട് സഹിഷ്ണുതയില്ലാത്തവനായിരുന്നു എന്ന് സ്വാമി വിവേകാനന്ദൻ വളരെ പച്ചയായി ആരോപിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ദയാനന്ദ സരസ്വതിയും സ്വാമി വിവേകാനന്ദനും നിർവഹിച്ചത് പ്രത്യേകമായൊരു ധർമ്മമാണ്. ജാതി വ്യവസ്ഥയുടെ സംരക്ഷണം അവരുടെ ബാധ്യതയായിരുന്നു. ജാതി വ്യവസ്ഥ തകർക്കുവാൻ പാകത്തിലുള്ള മാനവ സാഹോദര്യത്തിന്റെ ആശയങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഭാരതത്തിലേക്ക് കടന്നു വന്നാൽ ജാതിയുടെ നിലനിൽപ്പും അതുവഴി തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങളും അപകടത്തിലാകുമെന്ന് മനസ്സിലാക്കിയ ഹൈന്ദവ പുനരുത്ഥാനവാദികൾ ഓറിയന്റലിസ്റ്റുകളുടെ തന്നെ നബിചരിത്ര ഗ്രന്ഥങ്ങളെ ഉപജീവിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ തൊടുത്തുവിട്ടതിന്റെ ഫലമായി ഇന്ത്യയിലെ ഹിന്ദു പൊതുസമൂഹം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വ്യാപകമായി തെറ്റുധരിച്ചിട്ടുണ്ട് എന്ന വസ്തുതയോട് മുഖം തിരിഞ്ഞു നിൽക്കാൻ നമുക്കാർക്കും കഴിയില്ല. നമ്മുടെ കേരളത്തിലേക്ക്, മതമൈത്രിക്ക് പേരുകേട്ട കേരളത്തിലേക്ക് മതസൗഹാർദ്ദത്തിന്റെ ശാന്തിഗീതങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്ന് നാം അഭിമാനപൂർവ്വം പറയുന്ന കേരളത്തിലേക്ക് മതവിശ്വാസികൾ, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തോളോട് തോൾ ചേർന്നു നിന്ന് പരസ്പരം ഐക്യത്തോടെ സഹകരണത്തോടെ കൊണ്ടും കൊടുത്തും ജീവിച്ച ഒരു സവിശേഷമായ നാട്ടുനന്മയുടെ പാരമ്പര്യത്തിന്റെ വക്താക്കളെന്ന് സ്വയം അഭിമാനിക്കുന്ന മലയാളികളുടെ സ്വന്തം നാട്ടിലേക്ക് നാം കടന്നു വരിക. 15ാം നൂറ്റാണ്ട് വരെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഉന്നതമായ ധാരണകളാണ് കേരളത്തിലെ അമുസ്ലിം പൊതുസമൂഹത്തിനുണ്ടായിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനിക്കാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കാൻ സ്വയം മുസ്ലിങ്ങൾ അല്ലാതിരിക്കുമ്പോഴും തങ്ങളുടെ ചുറ്റും തങ്ങളുടെ സഹജീവികളായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനസമൂഹത്തിന്റെ ബഹുമാന്യനായ പ്രവാചകൻ എന്ന നിലയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കാൻ, സ്നേഹിക്കാൻ, അർഹമായ അംഗീകാരം നൽകാൻ, സ്ഥാനം നൽകാൻ കേരളത്തിലെ അമുസ്ലിം പൊതുസമൂഹത്തിന്, വിശേഷിച്ചും ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിന് കഴിഞ്ഞിരുന്നു. എന്നാൽ 15ാം നൂറ്റാണ്ടിൽ 1498 കേരളത്തിന്റെ സാമൂഹ്യ സംവിധാനത്തെ അപ്പാടെ അട്ടിമറിച്ചുകൊണ്ട് വാസ്കോഡ ഗാമ കോഴിക്കോട്ട് കപ്പലിറങ്ങി.
വാസ്കോഡ ഗാമ കോഴിക്കോട്ട് കപ്പലിറങ്ങിയത് കേരളത്തിലേക്കുള്ള അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയിലേക്ക് തന്നെയുള്ള കൊളോണിയൽ അധിനിവേശങ്ങളുടെ സമാരംഭമായി നമ്മളെല്ലാവരും മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. തീർച്ചയായും അന്ന് പോർച്ചുഗലിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള കപ്പൽ മാർഗം വാസ്കോഡ ഗാമ കണ്ടെത്തുകയും അദ്ദേഹത്തിന്റെ സാഹസിക യാത്രക്കൊടുവിൽ കോഴിക്കോടിനടുത്ത് കാപ്പാട്ട് കപ്പലിറങ്ങുകയും സാമൂതിരിയുമായി കച്ചവട കരാറുകൾ ഉണ്ടാക്കുകയും ചെയ്തതിന്റെ ഫലമായാണ് കൊളോണിയൽ ശക്തികൾ ഭാരതത്തിലേക്ക് കടന്നു വരാൻ ഇടയായത് എന്ന് നമുക്കറിയാം. എന്നാൽ ഗാമയുടെ അധിനിവേശം, ഗാമയുടെ കടന്നുവരവ്, പോർച്ചുഗീസുകാരുടെ കോഴിക്കോട്ടേക്കുള്ള കടന്നുകയറ്റം കേവലമായ ഒരു രാഷ്ട്രീയ അധിനിവേശമായിരുന്നു എന്ന്, കേവലമായ സാമ്രാജ്യത്വത്തിന്റെ കേവല രാഷ്ട്രീയ താല്പര്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു കപ്പൽ യാത്രയായിരുന്നു എന്ന് തെറ്റിദ്ധരിക്കുവാൻ മാത്രം ശുദ്ധമനസ്കരായി നമ്മളാരും മാറരുതേ എന്നാണ് എനിക്ക് നിങ്ങളോടെല്ലാം പറയാനുള്ളത്. അന്നത്തെ പോർച്ചുഗീസ് രാജാവിന് നൽകിയ ഒരു കത്ത് ചരിത്രരേഖകളിൽ നിന്ന് നമുക്ക് കണ്ടെടുക്കാൻ കഴിയും. അന്നത്തെ പോർച്ചുഗൽ രാജാവിന് അയച്ച കത്തിൽ അദ്ദേഹം പറയുന്നത് കേരളത്തിലെ മലബാർ തീരത്തെ കച്ചവടം ആ നാട്ടിലെ ദൈവനിന്ദകരായ മുഹമ്മദന്മാരുടെ കയ്യിലാണ്. അറബിക്കടൽ തീരത്തെ കോഴിക്കോട്ടെ കച്ചവടത്തിന്റെ നിയന്ത്രണം. ദൈവനിന്ദകരായ മുഹമ്മദന്മാരിൽ നിന്ന് ആ കച്ചവടത്തിന്റെ നിയന്ത്രണം ബലാത്കാരമായി പിടിച്ചു വാങ്ങി സത്യക്രിസ്ത്യാനികളുടെ കൈകളിൽ അത് ഏൽപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം അന്ന് ക്രൈസ്തവ ലോകത്ത് സാമ്രാജ്യത്വത്തിന് നടുനായകത്വം വഹിച്ചിരുന്ന പോർച്ചുഗൽ രാജാവിനുണ്ട് എന്ന് ഉത്ബോധിപ്പിക്കുന്ന കത്ത് മാർപ്പാപ്പയിൽ നിന്ന് ലഭിച്ചതിന്റെ ഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ വാസ്കോഡ ഗാമ പോർച്ചുഗീസ് രാജാവിന്റെ അനുഗ്രഹാശിസുകളോട് കൂടി അവിടെ പോർച്ചുഗലിൽ നിന്ന് കപ്പൽ കയറി കോഴിക്കോട്ട് വന്ന് കപ്പലിറങ്ങുന്നത് എന്ന് നമ്മൾ അറിയണം. ഇവിടെ മുഹമ്മദിനെ പൂജിക്കുന്ന ദൈവനിന്ദകരായ മുഹമ്മദന്റെ ചിത്രം കുരിശുയുദ്ധ കാലത്തു നിന്ന് 4 നൂറ്റാണ്ടുകൾക്കപ്പുറത്തേക്ക് 15-ാം നൂറ്റാണ്ടിലേക്ക് സംപ്രേക്ഷണം ചെയ്യപ്പെടുകയും ആ സംപ്രേക്ഷണത്തിന്റെ അനന്തരഫലമായി ആയുധങ്ങളുമായി വാസ്കോഡ ഗാമ കോഴിക്കോട്ട് കപ്പലിറങ്ങുകയും അദ്ദേഹം മുസ്ലിങ്ങളെ തുരത്തുകയും അവിടുത്തെ കച്ചവടത്തിന്റെ നിയന്ത്രണം കൈക്കലാക്കുകയും ചെയ്യുന്നതാണ് നാം കാണുന്നത്. സ്വാഭാവികമായും മുസ്ലിങ്ങളോടുള്ള ശത്രുതയും കുടിപ്പകയും ഇസ്ലാമിനോടുള്ള വിരോധവും, ഇസ്ലാം എന്നാൽ ദൈവനിന്ദയാണ് എന്ന തെറ്റിദ്ധാരണയും, മുസ്ലിങ്ങൾ എന്നാൽ മുഹമ്മദിനെ പൂജിക്കുന്നവരാണ് എന്ന അന്ധവിശ്വാസവുമായി വാസ്കോഡ ഗാമ കോഴിക്കോട്ട് കപ്പലിറങ്ങിയപ്പോൾ അവർ ചെയ്തത് കേവലമായ കച്ചവട വസ്തുക്കളുടെ വിനിമയം എന്നതിനപ്പുറത്ത് കൃത്യമായ പ്രവാചക നിന്ദാ പരിപാടികളായിരുന്നു. പോർച്ചുഗീസുകാർ കേരളത്തിൽ നിലനിന്ന കാലത്തോളം തരം കിട്ടിയപ്പോഴൊക്കെ കേരളീയ പൊതുസമൂഹത്തിന്റെ മസ്തിഷ്കത്തിലേക്ക് വികലമായൊരു പ്രവാചക ചിത്രത്തെ കടത്തിവിടാനുള്ള വളരെ സമർത്ഥമായ പരിശ്രമങ്ങൾ പോർച്ചുഗലിൽ നിന്ന് വാസ്കോഡ ഗാമയോടൊപ്പം കപ്പലിറങ്ങിയ സത്യക്രിസ്ത്യാനികൾ ഇവിടെ നിർവഹിച്ചിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിരുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിച്ചിരുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായ മുസ്ലിങ്ങളെ ബഹുമാനിച്ചിരുന്ന കേരളത്തിലെ ഹിന്ദു പൊതുസമൂഹത്തിന്റെ മനസ്സിലേക്ക് വികലമായ നബിധാരണകൾ കടത്തിവിട്ടതിന്റെ ഒന്നാമത്തെ ഉത്തരവാദിത്തം യഥാർത്ഥത്തിൽ വാസ്കോഡ ഗാമക്കാണ്. ഗാമക്ക് ശേഷം ഡച്ചുകാരും അതിനുശേഷം ബ്രിട്ടീഷുകാരും കേരളത്തിൽ ആധിപത്യം ഉറപ്പിച്ചു. ഇവരുടെ എല്ലാവരുടെയും പൈതൃകം ഗാമയുടെ പൈതൃകം തന്നെയായിരുന്നു. ഗാമയുടെ പൈതൃകം നബിനിന്ദയുടെ പൈതൃകമാണ്. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഉത്തരേന്ത്യയിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച CG ഫാണ്ടറുടെ നേതൃത്വത്തിൽ അരങ്ങു തകർത്ത നബിനിന്ദ പരിശ്രമങ്ങളുടെ അലയൊലി എന്നോണം ഉത്തരേന്ത്യയിൽ CG ഫാണ്ടർ വിതരണം ചെയ്ത മീസാനുൽ ഹഖ് എന്ന നബി വിമർശന ഗ്രന്ഥത്തിന്റെ വിവർത്തനം മലയാള ഭാഷയിൽ പ്രസിദ്ധീകരിച്ച് അത് കേരളത്തിലെ മുസ്ലിം വീടുകളിലേക്ക് സൗജന്യമായി അയച്ചു കൊടുത്ത് ആ പുസ്തകത്തിലെ വാദമുഖങ്ങളെ അടിസ്ഥാനമാക്കി കേരളത്തിലുടനീളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിച്ചുകൊണ്ട് പ്രഭാഷണങ്ങൾ നടത്തി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ശക്തമായ പരിശ്രമങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തിന്റെ തണലുപയോഗിച്ചുകൊണ്ട് ഗാമയുടെ പൈതൃകമുള്ള ക്രൈസ്തവ മിഷനറിമാർ കേരളത്തിൽ നിർവഹിച്ചത് നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, അന്നത്തെ കേരളീയ മുസ്ലിം സമൂഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് ഒരടഞ്ഞ സമൂഹമായിരുന്നു. ചരിത്രപരമായ കാരണങ്ങളാൽ അന്നത്തെ കേരളീയ മുസ്ലിം സമൂഹത്തിന് മലയാളം എഴുതാനോ വായിക്കാനോ അറിയുമായിരുന്നില്ല. അവരുടെ ആശയവിനിമയങ്ങൾ മുഴുവനും നിർവഹിക്കപ്പെട്ടിരുന്നത് അറബി മലയാളത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ
മുസ്ലിങ്ങൾക്ക് പുറത്ത് ക്രൈസ്തവ മിഷനറിമാർ എന്താണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്നോ എന്താണ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്നോ തിരിച്ചറിയാനുള്ള ശേഷി നിർഭാഗ്യവശാൽ അക്കാലഘട്ടത്തിലെ കേരളീയ മുസ്ലിം സമൂഹത്തിനുണ്ടായിരുന്നില്ല. അറബി മലയാളം മാത്രം എഴുതാനും വായിക്കാനും അറിയുന്നവരെന്ന നിലക്ക് മുസ്ലിങ്ങൾക്ക് പുറത്ത് ശക്തമായി പ്രചരിപ്പിക്കപ്പെട്ട നബിവിരുദ്ധ പ്രത്യയശാസ്ത്രത്തിന്റെ ഗൗരവം മനസ്സിലാക്കാനോ കേരളത്തിലെ അമുസ്ലിങ്ങളെ പ്രസ്തുത തെറ്റുധാരണകളിൽ നിന്ന് രക്ഷപ്പെടുത്താനോ കേരളീയ മുസ്ലിം സമുദായം അന്ന് അശക്തമായിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ സയ്യിദ് സനാഉല്ല മക്തി തങ്ങൾ എന്ന വളരെ പ്രഗത്ഭനായ മുസ്ലിം പരിഷ്കർത്താവിന്റെ നേതൃത്വത്തിൽ മലയാളം എഴുതാനും വായിക്കാനും പഠിക്കാനുമുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവുകയും നബിനിന്ദ പരിശ്രമങ്ങൾക്ക് ക്രൈസ്തവ പാതിരിമാരുടെ നബി വിമർശനങ്ങൾക്ക് ശുദ്ധ മലയാളത്തിൽ മറുപടി പറയാനുള്ള പ്രയത്നങ്ങൾ മക്തി തങ്ങൾ നടത്തുകയും അദ്ദേഹം വളരെ ശക്തമായി അദ്ദേഹത്തിന്റെ ജീവിതം ഈ മേഖലയിൽ സമർപ്പിക്കുകയും ചെയ്തതിനു ശേഷമാണ് യഥാർത്ഥത്തിൽ കേരളീയ അമുസ്ലിം പൊതുമനസ്സിലേക്ക് ഇവിടുത്തെ ക്രൈസ്തവ മിഷനറിമാർ കടത്തിവിട്ട നബിനിന്ദ ധാരണകളെ കുറെയെങ്കിലും നേർപ്പിക്കാൻ മുസ്ലിം നേതൃത്വത്തിന് കഴിഞ്ഞത് എന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ മലയാളികളായി ജീവിക്കുന്നവർ ഏത് നാട്ടിൽ ഏത് ഭാഷക്കാരായി ജീവിക്കുന്നവരും ഒരു സാംസ്കാരിക പൈതൃകത്തിന്റെ ഉടമകളാണ്. തലമുറകളായി അവർ കേട്ടുകൊണ്ടിരിക്കുന്ന കഥകൾ, തലമുറകളായി അവർ പറഞ്ഞു പഠിപ്പിക്കപ്പെട്ട ആശയങ്ങൾ ഏത് ജനസമൂഹത്തിന്റെ മനസ്സിലും ആഴത്തിൽ മുദ്രണം ചെയ്യപ്പെട്ടിട്ടുണ്ടാകും എന്ന് നാം മനസ്സിലാക്കണം. എത്ര തന്നെ വായിച്ചാലും എത്ര തന്നെ പ്രഭാഷണങ്ങൾ കേട്ടാലും തലമുറകളായി ഒരു സമൂഹം കൈമാറി വരുന്ന ധാരണകളെ അവരുടെ മനസ്സുകളിൽ നിന്ന് പൂർണ്ണമായി തൂത്തെറിയാൻ വലിയ പ്രയാസമായിരിക്കുമെന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഗാമ മുതൽ വാസ്കോഡ ഗാമ കേരളത്തിൽ കപ്പലിറങ്ങിയത് മുതൽ ഗാമയുടെ പൈതൃകം സ്വീകരിച്ച് കേരളത്തിൽ നബിവിരുദ്ധമായ ധാരണകൾ വളർത്താൻ വേണ്ടി 5 നൂറ്റാണ്ട് കാലം ക്രൈസ്തവ മിഷനറി പരിശ്രമിച്ചതിന്റെ ഫലമായി കേരളീയ അമുസ്ലിം പൊതുമനസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള തെറ്റുധാരണകൾ ആഴത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നു എന്ന ശക്തമായ തിരിച്ചറിവിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ പ്രോഗ്രാം ജനിക്കുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് സാന്ദർഭികമായി. ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറ്റുധരിപ്പിക്കുവാനും അദ്ദേഹത്തെ നിന്ദിക്കുവാനും നടന്ന പരിശ്രമങ്ങളുടെ ഏകദേശ ചരിത്രവും പ്രത്യയശാസ്ത്രവുമാണ് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിക്കുവാൻ എക്കാലത്തും മുന്നിൽ നിന്നത് ക്രൈസ്തവ പൗരോഹിത്യവും ആ ക്രൈസ്തവ പൗരോഹിത്യത്തിന്റെ തന്നെ അടിത്തറയിൽ മതേതര മുഖംമൂടിയോടുകൂടി പിൽക്കാലത്ത് സ്ഥാപിക്കപ്പെട്ട സാമ്രാജ്യത്വവുമാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു. ഇവിടെ ഇത് പറയുമ്പോൾ സവിശേഷമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. കോളനിവൽക്കരണത്തെക്കുറിച്ച് നമുക്കറിയാം. ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ഡെൻമാർക്കിന്റെയും അതുപോലെ പോർച്ചുഗലിന്റെയും എല്ലാം കോളനികളായി ലോകത്ത് ഒരുപാട് നാടുകൾ നിലനിന്ന ഒരു സമയമുണ്ടായിരുന്നു. പക്ഷേ കോളനിവൽക്കരണം അതിന്റെ മൂർധന്യത്തിലെത്തിയപ്പോൾ പോലും ബ്രിട്ടീഷ് കോളനിയാവാതെ, ഡച്ച് കോളനിയാവാതെ, പോർച്ചുഗീസ് കോളനിയാവാതെ, അതല്ലെങ്കിൽ അന്നത്തെ ഏതെങ്കിലും സാമ്രാജ്യത്വ രാഷ്ട്രത്തിന്റെ കോളനിയാകാതെ പിടിച്ചു നിന്ന രാഷ്ട്രങ്ങൾ ലോകത്തുണ്ടായിരുന്നു. അന്നത്തെ ലോക രാഷ്ട്രീയ ഭൂപടം പരിശോധിച്ചാൽ പാശ്ചാത്യ അധിനിവേശങ്ങൾക്ക് വഴങ്ങാതെ, കോളനിവൽക്കരണത്തിന് വിധേയമാകാതെ സ്വതന്ത്രമായി നിലനിന്ന രാഷ്ട്രങ്ങൾ, ആ രാഷ്ട്രത്തിന്റെ കഴിവുകേടോ എന്നതിനപ്പുറം ആ രാഷ്ട്രത്തിൽ സാമ്രാജ്യത്വത്തിന് താല്പര്യമില്ലാതിരുന്നത് കാരണം കോളനിവൽക്കരിക്കപ്പെടാതെ നിലനിന്ന എത്രയോ രാഷ്ട്രങ്ങൾ അന്ന് ലോകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടേക്ക് സാമ്രാജ്യത്വം കടന്നു വരാത്തത് കൊണ്ട്, മതപൗരോഹിത്യം കടന്നു വരാത്തത് കൊണ്ട്, ക്രൈസ്തവ പൗരോഹിത്യം കടന്നു ചെല്ലാത്തത് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള തെറ്റുധാരണകൾ കോളനികളിൽ പ്രചരിപ്പിക്കപ്പെട്ടതുപോലെ ആ നാടുകളിൽ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നില്ല. ഇന്ന് അതല്ല സ്ഥിതിവിശേഷം. ആഗോളവൽക്കരണം എന്ന ഓമന പേരിൽ നമ്മളെല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുന്ന നവമുതലാളിത്തം രൂപകൽപ്പന ചെയ്ത ആധുനിക സാമ്പത്തിക ലോകക്രമത്തിൽ ജീവിക്കുന്ന നമ്മളെല്ലാവരും കോളനിവൽക്കരിക്കപ്പെട്ടവരാണ്. നമുക്ക് ഇഷ്ടമുണ്ടായാലും ഇഷ്ടമില്ലെങ്കിലും ശരി, അതൊരു സത്യമാണ്. അമേരിക്കയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ടിട്ടുള്ള പുതിയ ഏകധ്രുവ ലോകക്രമത്തിൽ നമ്മളെല്ലാവരും കോളനിവാസികളാണ്. പുതിയ നിയോ കൊളോണിയലിസത്തിന്റെ കാലത്ത് രാഷ്ട്രീയ സൈനിക അധിനിവേശങ്ങളെല്ലാം സാമ്പത്തിക സാംസ്കാരിക അധിനിവേശങ്ങളാണ് സാമ്രാജ്യത്വം വളരെ സമർത്ഥമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും അറബ് രാഷ്ട്രങ്ങളും ആഫ്രിക്കൻ
രാഷ്ട്രങ്ങളും ഏഷ്യയിലും ആഫ്രിക്കയിലും ചിതറിക്കിടക്കുന്ന മൂന്നാം ലോക രാഷ്ട്രങ്ങളും എല്ലാം ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങളും അടക്കം ലോക ഭൂപടത്തിൽ രാഷ്ട്രങ്ങളായി അടയാളപ്പെടുത്തപ്പെട്ട ഏതെല്ലാം ഭരണകൂടങ്ങളുണ്ടോ അവ മുഴുവൻ കോളനിവൽക്കരണത്തിന്റെ വരുതിയിൽ വന്നു കഴിഞ്ഞതിനെയാണ് ആഗോളവൽക്കരണം എന്ന ഒറ്റ വാക്കുകൊണ്ട് നമ്മളെല്ലാവരും സൂചിപ്പിക്കുന്നത്. ഇത് അപകടകരമായ സ്ഥിതിവിശേഷമാണ്. ലോകം മുഴുവൻ സാമ്രാജ്യത്വത്തിന്റെ കാൽ കീഴിൽ ഞെരിഞ്ഞ വരുമ്പോൾ, ലോകം മുഴുവൻ സാമ്രാജ്യത്വത്തിന്റെ സംസ്കാരം അടിച്ചേൽപ്പിക്കപ്പെടുമ്പോൾ, ലോകത്ത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥിതിക്കല്ലാതെ മുതലാളിത്ത സാമ്പത്തിക ക്രമത്തിൽ അധിഷ്ഠിതമായ ലിബറൽ ഡെമോക്രസിയിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ വ്യവസ്ഥക്കല്ലാതെ ലോകത്ത് അതിജീവന ശേഷിയില്ല എന്ന് വരുന്നിടത്തേക്ക് കാര്യങ്ങൾ കടക്കുമ്പോൾ സാമ്രാജ്യത്വത്തിന്റെ സംസ്കാരം, മുതലാളിത്തത്തിന്റെ സംസ്കാരം, നബിവിരുദ്ധതയുടെ സംസ്കാരം, ഗാമയുടെ പൈതൃകം ലോകത്തിലെ മുഴുവൻ രാഷ്ട്രങ്ങളിലും വിതരണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. സൂക്ഷിക്കുക. മുതലാളിത്തത്തിന്റെ മീഡിയ, മുതലാളിത്തത്തിന്റെ ഏറ്റവും ശക്തമായ ആയുധമായി ലോകത്ത് നിലനിൽക്കുന്ന പാശ്ചാത്യ മീഡിയ നിങ്ങളുടെ എല്ലാം മനസ്സുകളിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെക്കുറിച്ച് മ്ലേച്ഛമായ ചിത്രം കടത്തിവിടാൻ സമർത്ഥമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് അറിയുക. നിങ്ങൾ ഒരു പരസ്യം കാണുമ്പോൾ, നിങ്ങൾ ഒരു പത്രം വായിക്കുമ്പോൾ, നിങ്ങൾ ഒരു TV ചാനൽ കാണുമ്പോൾ, നിങ്ങൾ ഒരു ഇന്റർനെറ്റ് സൈറ്റ് തുറക്കുമ്പോൾ ആധുനിക മുതലാളിത്ത മീഡിയ വിവരശേഖരണത്തിനു വേണ്ടി, ആശയവിനിമയത്തിനു വേണ്ടി നിങ്ങൾക്ക് മുന്നിൽ സംവിധാനിച്ചിരിക്കുന്ന ഏതേത് അവസരത്തിന്റെ വാതിൽ തുറക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിലേക്ക്, നിങ്ങളുടെ മസ്തിഷ്കത്തിലേക്ക് നിങ്ങൾ അറിയാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭീകരവാദിയായിരുന്നു എന്ന സന്ദേശം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീലമ്പടനായിരുന്നു എന്ന സന്ദേശം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രചരിപ്പിച്ച ആശയങ്ങൾ പ്രാകൃതമായിരുന്നു എന്ന സന്ദേശം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്ത മൂല്യക്രമം ആധുനിക ജനാധിപത്യ ലോകക്രമത്തിന് ഫിറ്റല്ലാത്തതാണ് എന്ന സന്ദേശം നിങ്ങൾക്ക് ആധുനിക ജനാധിപത്യ ലോകക്രമത്തിൽ ജീവിച്ചു പോകണമെങ്കിൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറേബ്യൻ ഗോത്രവർഗ സംസ്കൃതിയുടെ പ്രത്യേകമായ പരിതസ്ഥിതികൾക്കനുസരിച്ച് അന്ന് മുഹമ്മദ് പ്രവാചകൻ രൂപകൽപ്പന ചെയ്ത ആശയങ്ങളുടെ തടവറയിൽ നിന്ന് നിങ്ങളെ സ്വയം വിമോചിപ്പിച്ച് സ്വയം ഒരു മതേതര മുസ്ലിമായി നിങ്ങൾ പരിണമിക്കാത്തിടത്തോളം നിങ്ങളൊരു ഭീകരവാദിയാണ് എന്ന സന്ദേശം മീഡിയ നിങ്ങളെ പറഞ്ഞു പഠിപ്പിക്കും, നിങ്ങളുടെ തലച്ചോറിലേക്ക് സന്നിവേശിപ്പിക്കും. നിങ്ങൾ അറിയാതെ നിങ്ങൾ ഇരയായിത്തീരും. ഇവിടെ ഉള്ള മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായ സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. മുതലാളിത്ത മീഡിയ അരങ്ങുവാഴുന്ന മുതലാളിത്ത മീഡിയയുടെ സ്വാധീനത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിന്റെ മുക്കുമൂലകൾ പോലും മുക്തമല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. മുതലാളിത്തത്തിന്റെ പൈതൃകം, ഗാമയുടെ പൈതൃകം, നബിനിന്ദയുടെ പൈതൃകം. ആധുനിക കാലഘട്ടത്തിൽ മുതലാളിത്തത്തിന്റെ നബിനിന്ദക്ക് മൂർച്ച കൂടാൻ മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. അത് നമുക്കെല്ലാം അറിയാവുന്നതാണ്. മുതലാളിത്തത്തെ സംബന്ധിച്ചിടത്തോളം വിപണി മാത്രമാണ് മുതലാളിത്തത്തിന്റെ നിഘണ്ടുവിലെ മൂല്യം എന്ന് പറയുന്നത്. വിപണിയെ സ്നിഗ്ധമാക്കുന്ന, വിപണിയിൽ ചെലവാകുന്ന ഏത് രീതിയും ഏത് വസ്തുവും മുതലാളിത്തത്തിന്റെ കണ്ണിൽ നന്മയാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആശയങ്ങൾ പിന്തുടരുന്നവരെ സംബന്ധിച്ചിടത്തോളം ലാഭമുണ്ടാകും എന്നതുകൊണ്ട് മാത്രം, ലാഭം വർദ്ധിപ്പിക്കാൻ കഴിയും എന്നതുകൊണ്ട് മാത്രം ഒരു കാര്യം നന്മയാവുകയില്ല. പടച്ചതമ്പുരാൻ അനുവദിച്ചത് മാത്രമാണ് നന്മ, പടച്ചതമ്പുരാൻ നിരോധിച്ചതെല്ലാം തിന്മയാണ്. മദ്യം തിന്മയാണ്, സ്ത്രീനഗ്നതയുടെ പ്രദർശനം തിന്മയാണ്, ലോട്ടറി തിന്മയാണ്, ഇങ്ങനെ എല്ലാം തിന്മയാണ്. മുതലാളിത്തത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യണമെങ്കിൽ അതിന് മദ്യം ആവശ്യമുണ്ട്, സ്ത്രീനഗ്നതയുടെ പ്രദർശനം ആവശ്യമുണ്ട്, ലോട്ടറി ആവശ്യമുണ്ട്, ഇസ്ലാം വിരോധിച്ച തിന്മകളെല്ലാം ആവശ്യമുണ്ട്. ലോകത്തെ മതങ്ങളെല്ലാവരും, ലോകത്തെ ഒരുവിധമെല്ലാ മതങ്ങളും ജീവിതത്തിന്റെ രംഗങ്ങളിൽ നിന്ന് മതത്തെ തിരസ്കരിച്ച് ആരാധനാലയത്തിന്റെ മൂലകളിലേക്ക്, പള്ളിമൂലകളിലേക്കും ഭജനമാലകളിലേക്കും മതത്തെ ഒതുക്കി കേവലം ചില പൂജകളിലും ആരാധനകളിലും മതത്തിന്റെ അർത്ഥപരിധിയെ പരിമിതപ്പെടുത്തി മതം എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു സ്വകാര്യ ഇടപാടാണ് എന്ന് വരുത്തി തീർത്ത് ജീവിത രംഗത്തിൽ മൂല്യങ്ങൾ പാലിക്കേണ്ടതില്ല എന്ന് പഠിപ്പിച്ച് മുതലാളിത്തത്തിന് കീഴൊതുങ്ങി മുതലാളിത്തത്തിന്റെ തിന്മകൾക്ക് മൂകസാക്ഷികളാകുമ്പോൾ ഇസ്ലാം മാത്രം, പ്രവാചകന്റെ അനുയായികൾ മാത്രം, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചവർ മാത്രം ആർജവമുള്ള ഒരു പ്രതിരോധമായി
ശബ്ദമായി, ഒരു പ്രതിശബ്ദമായി, ഒരു മറുവാക്കായി ഇല്ല. മതം എന്ന് പറയുന്നത് പള്ളിയിൽ അനുഷ്ഠിക്കാനുള്ളതാണ്, ജീവിതത്തിൽ തുടരാനുമുള്ളതാണ്. മതം എന്ന് പറയുന്നത് നമസ്കാരമാണ്, മദ്യത്തിൽ നിന്ന് വിട്ടുനിൽക്കലാണ്. മതം എന്ന് പറയുന്നത് നോമ്പാണ്, ചൂതാട്ടത്തെ എതിർക്കലാണ്. മതം എന്ന് പറയുന്നത് ഹജ്ജിന് പോകലാണ്, അതോടൊപ്പം സ്ത്രീ നഗ്നത പ്രദർശിപ്പിക്കാതിരിക്കലാണ്. ജീവിതത്തെ ആസകലം ചൂഴ്ന്നു നിൽക്കുന്ന, ജീവിതത്തെ സമഗ്രമായി പരിവർത്തിപ്പിക്കുന്ന, ജീവിതത്തിന്റെ നിഖില മേഖലകൾക്കും നിയമനിർദ്ദേശങ്ങൾ നിഷ്കർഷിക്കുന്ന, ജീവിതത്തെ സമ്പൂർണമായി പരിവർത്തിപ്പിക്കുന്ന ആദർശമാണ് മതം. അത് മുതലാളിത്തം അരങ്ങുവാഴുന്നു എന്നതുകൊണ്ട് മാത്രം, നവലോകക്രമം സ്ഥാപിതമായി എന്നതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് അടിയറ വെക്കാൻ കഴിയില്ല തന്നെ. കേവലം മൂല്യബോധമില്ലാത്ത വിപണി മോഹങ്ങളിൽ മാത്രം അധിഷ്ഠിതമായ നിങ്ങളുടെ താല്പര്യങ്ങൾ കരുനിൽക്കാൻ ഞങ്ങളെ കിട്ടുകയില്ല തന്നെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ ആർജവത്തോടുകൂടി പ്രഖ്യാപിക്കുന്നത് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭീകരവാദിയാകേണ്ടത്, അപരിഷ്കൃതനാകേണ്ടത്, പുതിയ കാലത്തിന് കൊള്ളാത്തവനാകേണ്ടത്, ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നവരുടെ ആശയ സ്രോതസ്സാകേണ്ടത് മുതലാളിത്തത്തിന്റെ ആവശ്യമാണ്, കച്ചവട താല്പര്യമാണ്. അതുകൊണ്ട് മുതലാളിത്തത്തിന്റെ താല്പര്യങ്ങളെ, അജണ്ടകളെ തിരിച്ചറിയുക. മതപൗരോഹിത്യവും സാമ്രാജ്യത്വവും നവമുതലാളിത്തവും ജാതിക്കോമരങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ പടച്ചുവിടുന്ന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളിൽ വഞ്ചിതരാകാതിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്ന്, പരിശുദ്ധ ഖുർആനിൽ നിന്നും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയിൽ നിന്നും കൃത്യമായി മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ എന്തെങ്കിലും ഒരു വിമർശനം ശ്രദ്ധയിൽപ്പെട്ടാൽ അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതിന്റെ വസ്തുത അന്വേഷിക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്കാണ്, നിങ്ങൾക്ക് മാത്രമാണ്. പരിശുദ്ധ ഖുർആനിലെ 21-ാമത്തെ അധ്യായം സൂറത്തുൽ അംബിയായിലെ 107-ാമത്തെ വചനം നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നു, പ്രവാചകരെ താങ്കളെ ദൈവം തമ്പുരാൻ പ്രപഞ്ചനാഥൻ ഈ ലോകത്തേക്ക് നിയോഗിച്ചിട്ടുള്ളത് ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും കാരുണ്യമായിട്ടാണ്. പരിശുദ്ധ ഖുർആനിലെ 34-ാമത്തെ അധ്യായം സൂറത്തു സബയിലെ 28-ാമത്തെ വചനം വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറ. മുഹമ്മദ് നബിയെ ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും സന്തോഷ വാർത്ത അറിയിക്കുന്നവനും താക്കീത് നൽകുന്നവനുമായിട്ടല്ലാതെ ദൈവം തമ്പുരാൻ നിയോഗിച്ചിട്ടേയില്ല. വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ. എന്നാൽ മനുഷ്യരിൽ അധിക പേരും അറിയുന്നില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നു. ലോകത്തിലെ മുഴുവൻ മനുഷ്യരിലേക്കുമായി നിയോഗിക്കപ്പെട്ട, ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും സന്തോഷ വാർത്തയുമായി കടന്നു വന്ന, ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും താക്കീത് നൽകി കടന്നുപോയ, ലോകത്തിലെ സകല മനുഷ്യർക്കും കാരുണ്യമായി ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും മതമില്ലാത്തവന്റെയും ദൈവത്തിൽ നിന്ന്, ദൈവത്താൽ നിയോഗിതനായ അന്തിമ പ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു പ്രപഞ്ചനാഥൻ, പ്രപഞ്ച സൃഷ്ടാവ്, നബിയുടെ മാത്രം ദൈവമല്ല, മുസ്ലിമിന്റെ മാത്രം ദൈവമല്ല, ക്രിസ്ത്യാനിയുടെ മാത്രം ദൈവമല്ല, ഹിന്ദുവിന്റെ മാത്രം ദൈവമല്ല, മതമില്ലാത്തവന്റെ മാത്രം ദൈവമല്ല, അത് സർവ്വ മനുഷ്യരുടെയും ദൈവമാണ്. നിങ്ങൾ മനുഷ്യനാണെങ്കിൽ, മനുഷ്യകുലം എന്ന വരുതിയിൽ നിങ്ങൾ ഉൾപ്പെടുമെങ്കിൽ നിങ്ങൾക്ക് കൂടി വേണ്ടിയാണ് ദൈവം തമ്പുരാൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവന്റെ കാരുണ്യത്തിന്റെ ഭാഗമായി ഇവിടേക്ക് നിയോഗിച്ചിട്ടുള്ളത്. ആ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്കുള്ള കാരുണ്യമായി, നിങ്ങൾക്കുള്ള സന്തോഷ വാർത്തയായി, നിങ്ങളോടുള്ള താക്കീതായി നിങ്ങളുടെ ദൈവം നിയോഗിച്ചിട്ടുള്ള പ്രവാചകനെ ചൂഷക പരീക്ഷകളുടെ അജണ്ടകളിൽ അധിഷ്ഠിതമായ, ദുരുപദിഷ്ടമായ കുപ്രചരണങ്ങളിൽ വഴിതെറ്റി തിരസ്കരിക്കുക എന്ന ദൗർഭാഗ്യം നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ തുറന്ന ചർച്ചയ്ക്കും സംവാദത്തിനും വേണ്ടി ഈ വിഷയത്തെ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കാരുണ്യത്തിന്റെ ദൂതനാണെന്ന് നാം പറഞ്ഞു നടന്നു. പക്ഷേ അദ്ദേഹം നടത്തിയ യുദ്ധ പരമ്പര, സന്തക്കായാലും ബദറായാലും എല്ലാം തന്നെ അതിനെതിരെ
സജീവമായി ആളുകൾക്കിടയിൽ പ്രചരിക്കുന്നതിൽ ഒരു തെളിവാകുന്നില്ല എന്നതാണ് എൻ്റെ ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അഊദു ബില്ലാഹി അസ്സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. സഹോദരന്റെ ചോദ്യം പ്രസക്തമാണ്. TKM-ൽ പഠിക്കുന്ന സഹോദരൻ ഉന്നയിച്ച ചോദ്യം, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിന്റെ പ്രവാചകനെന്ന് മുസ്ലിങ്ങൾ പറയുമ്പോൾ പലപ്പോഴും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേതൃത്വം നൽകിയ യുദ്ധങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രവാചകന്റെ യുദ്ധ ചരിത്രങ്ങളും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാരുണ്യവാനാണ് എന്ന ആശയത്തിന്റെ ശക്തമായി ചോദ്യം ചെയ്യുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള യുദ്ധ കൊതിയും ദാഹവുമായിരുന്നില്ലേ പ്രവാചകന്റെ നടപടികൾ എന്നാണ് ചോദ്യത്തിന്റെ കാമ്പ്. യഥാർത്ഥത്തിൽ ഇവിടെ വളരെ കൃത്യമായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് എന്നും എന്തുകൊണ്ടാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായ വിമർശനങ്ങൾക്കും ആരോപണങ്ങൾക്കും വിധേയമാക്കപ്പെട്ടിട്ടുള്ളത് എന്നും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായി ലോകത്തിന് മുന്നിൽ മുന്നോട്ട് വച്ച ആശയങ്ങളും ആദർശങ്ങൾ എന്താണെന്നും വളരെ വിശദമായി വിശദീകരണത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു കഴിഞ്ഞു. വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ സത്യത്തിന്റെ ശത്രുക്കളും ചൂഷകന്മാരും ഉന്നയിക്കുന്ന, ആരോപിക്കുന്ന അടിസ്ഥാനരഹിതമായ ഒരു ആരോപണം മാത്രമാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധക്കൊതിയനാണ് എന്ന ആരോപണം. യഥാർത്ഥത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ തുറന്ന മനസ്സുമായി വായിക്കാനും പഠിക്കാനും സന്മനസ് കാണിക്കുന്ന, ആർക്കും ബോധ്യപ്പെടുന്ന ഒരു പച്ചയായ സത്യം, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കാരുണ്യത്തിന്റെ പ്രവാചകനായിരുന്നു, അതോടൊപ്പം നീതിയുടെ പ്രവാചകനുമായിരുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ശുദ്ധ ഏകദൈവ ആരാധന മക്കയിലെ സമൂഹത്തിന്റെ മുന്നിൽ തലയുയർത്തി നിന്ന് പ്രഖ്യാപിക്കുമ്പോൾ അവിടെയുണ്ടായിരുന്ന ബഹുദൈവ ആരാധനയുടെയും ബഹുദൈവ വിശ്വാസത്തിന്റെയും പോരായ്മകളും, ബഹുദൈവ വിശ്വാസം മനുഷ്യനെ നാശത്തിലേക്ക് എത്തിക്കുന്നു എന്ന പച്ചയായ സത്യത്തെ അദ്ദേഹം പഠിപ്പിക്കുകയും സട്ടാവായ നാഥനെ മാത്രമേ ആരാധിക്കാവൂ എന്ന മഹിതമായ ആശയം അദ്ദേഹം ജനങ്ങൾക്കിടയിൽ പ്രഖ്യാപിക്കുക വഴി സ്വാഭാവികമായും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വിമർശിക്കപ്പെടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്കിടയിൽ അവഗണിക്കപ്പെടുന്നു. അതുവരെ അൽ അമീൻ എന്ന വിളിച്ച നാവുകൾ തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ആദർശം പ്രഖ്യാപിച്ചു എന്നൊരൊറ്റ കാരണത്താൽ അതേ നാവുകൾ കൊണ്ട് ഭ്രാന്തനെന്നും കള്ളവാദി എന്നും ജാലവിദ്യക്കാരനെന്നുള്ള വ്യത്യസ്തങ്ങളായ ആരോപണങ്ങൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ ഉന്നയിക്കുന്നു. ശുദ്ധ ഏകദൈവ ആരാധനയുടെ പ്രബോധന പ്രവർത്തനങ്ങളുമായി പ്രവാചകന്റെ മക്കയിലെ കാലഘട്ടത്തിൽ ഈ ഒരു ആദർശത്തിൽ ഉറച്ചു നിന്നതിന്റെ പേരിൽ സ്വാഭാവികമായും നിരന്തരമായ മർദ്ദനങ്ങളും പീഡനങ്ങളും പ്രയാസങ്ങളും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏൽക്കേണ്ടി വന്നു, അദ്ദേഹത്തിന്റെ അനുയായികൾക്കും ഏൽക്കേണ്ടി വന്നു. പ്രവാചക കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൺമുന്നിൽ വെച്ച് ശുദ്ധ ഏകദൈവാരാധന നെഞ്ചിലേറ്റി അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ശിഷ്യഗണങ്ങളെ ക്രൂരമായി കൊന്നൊടുക്കുക വരെ ചെയ്തു അവിടെയുള്ള ശത്രുക്കൾ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം ഒരു നടപടിക്രമം ഉണ്ടായിട്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരെ വാളുകൊണ്ട് പ്രതികരിക്കുകയോ തന്റെ കൂടെയുണ്ടായിരുന്ന ധീരവീരശൂരമാരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയോ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഹംസ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകളുടെ കയ്യിൽ മൂർച്ചയേറിയ വാളു കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത് ശക്തമായി പ്രത്യാക്രമണം നടത്തണമെന്നോ ശക്തമായി തിരിച്ചടി നടത്തണമെന്നോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചില്ല. മാത്രമല്ല, ആ രംഗത്ത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തന്നെ ഏറെ ശ്രദ്ധേയമായൊരു സംഭവമാണ് അഖബ ഉടമ്പടി. അഖബ ഉടമ്പടിയിൽ മദീനയിൽ നിന്ന് വന്ന വിരലെണ്ണാവുന്ന സംഘങ്ങളുമായി നടന്ന ചർച്ചയിൽ, സന്ധിയിൽ, ആ ചർച്ചയെ അല്ലെങ്കിൽ ആ സന്ധിയെ വളരെ രഹസ്യമായി അറിയുകയും
ഈ വിവരം മക്കയിലെ സത്യനിഷേധികൾക്കിടയിൽ അറിയിക്കാൻ ചെന്ന അബ്ബാസ് ബിൻ ഉബാദ, ഒരു ശത്രു, അദ്ദേഹം ഈ വിവരം ശത്രുക്കളെ അറിയിക്കുമെന്ന് കണ്ട അബ്ബാസ് ബിൻ ഉബാദ എന്നു പേരുള്ള മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഒരു സഹാബി വര്യൻ, പ്രവാചകരെ, ഞാൻ മക്കയിലെ സത്യനിഷേധികൾക്കെതിരെ ഈ വാളുകൊണ്ട് ശക്തമായി പ്രതികരിച്ചോട്ടെ, അവർക്കിടയിൽ അക്രമത്തിന് തിരികൊളുത്തിക്കോട്ടെ എന്ന ചോദ്യത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായ അദ്ദേഹത്തെ താക്കീത് ചെയ്യുകയും അദ്ദേഹത്തിന്റെ വാള് ഉറയിലേക്ക് ഇടാൻ ശക്തമായ നിർദ്ദേശം നൽകുകയുമായിരുന്നു പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. അഥവാ പ്രവാചകൻ ഒരു വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലെ ശക്തരായ ആളുകൾ അവർക്കിടയിൽ ശക്തമായ അക്രമത്തിന് തിരികൊളുത്തുമായിരുന്നു, തിരിച്ചടിക്കുമായിരുന്നു. പക്ഷെ അത്തരം ഒരു സമീപനങ്ങൾ ഉണ്ടായിരുന്നില്ല. തുടർന്ന് സ്വന്തം മതവും ആദർശവും അനുസരിച്ച് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം മക്കയിൽ ഉണ്ടാവുകയും നിരന്തരമായ പീഡനങ്ങൾക്കും പ്രയാസങ്ങൾക്കും അവർ വിധേയരാവുകയും ഒടുവിൽ സ്രഷ്ടാവിന്റെ അള്ളാഹുവിന്റെ നിർദ്ദേശത്തിന്റെ ഭാഗമെന്നോണം തങ്ങൾ ജനിച്ച് ജീവിച്ചു വളർന്ന മണ്ണുപേക്ഷിച്ച് തങ്ങൾ സമ്പാദിച്ച സമ്പാദ്യവും തങ്ങളുടെ ഒറ്റവരെയും ഉടയവരെയും വീടും സമ്പത്തും തോട്ടങ്ങളും ഉപേക്ഷിച്ച് അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് മക്ക വിടുകയാണ്, ഹിജ്റ ചെയ്യുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള പ്രവാചക അനുയായികൾ മദീനയിലേക്ക്. മദീനയിൽ എത്തുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ള ജൂതന്മാരുമായി കരാറിൽ ഏർപ്പെട്ട് എല്ലാ അർത്ഥത്തിലും സമാധാനത്തിൽ അധിഷ്ഠിതമായ സുസ്ഥിരമായ ഭദ്രമായ ഒരു ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിന് തിരികൊളുത്തുകയും ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തെ കെട്ടിപ്പടുക്കുകയും സമാധാനപരമായി ഇസ്ലാമികമായ ആദർശമനുസരിച്ച് ജീവിക്കുവാനും പ്രബോധനത്തിനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും എല്ലാം ഉള്ള ഒരു തുറന്ന രാഷ്ട്ര സംവിധാനത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന സാഹചര്യത്തിൽ മുസ്ലിങ്ങളുടെ സർവനാശം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് മക്കയിലെ സത്യനിഷേധികൾ തന്ത്രകുതന്ത്രങ്ങൾക്ക് തിരികൊളുത്തുകയായിരുന്നു. അഥവാ മുസ്ലിങ്ങൾ മക്ക ഉപേക്ഷിച്ചു പോയപ്പോ അവർ ഉപേക്ഷിച്ചു പോയ കൂട്ടത്തിൽ അവർ സമ്പാദിച്ച സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും അവരുടെ തോട്ടങ്ങളും അവരുടെ വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം മക്കയിലാണ്. ആ മുസ്ലിങ്ങൾ ഉപേക്ഷിച്ചു പോയ സകല സമ്പത്തും എല്ലാം തന്നെ കൊള്ളയടിച്ച് എന്നിട്ട് കച്ചവടം നടത്തി അതിലൂടെ ലഭിക്കുന്ന കൊള്ളലാഭം ഉപയോഗിച്ച് മുസ്ലിങ്ങളെ അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രനായകനെ, മുസ്ലിങ്ങളെ, ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തെ, മദീനയെ തകർത്ത് നശിപ്പിച്ചു കളയുവാൻ സത്യനിഷേധികൾ തന്ത്രത്തിന് തിരികൊളുത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങളുടെ സമ്പത്തെല്ലാം മക്കയിൽ അവർ ഉപേക്ഷിച്ചു പോയ സകല സമ്പത്തും കണ്ടുകെട്ടി അതുപയോഗിച്ച് അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം മക്ക വിടുകയും ആ കച്ചവട സംഘം ഇന്ന ലക്ഷ്യത്തിനായി തിരിച്ചു എന്ന വിവരം ഇസ്ലാമിക രാഷ്ട്ര നായകൻ എന്ന നിലയിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരം അറിയുന്നു. ഒരു രാഷ്ട്രനായകൻ എന്ന നിലയിൽ തന്റെ രാഷ്ട്രത്തിലെ പ്രജകൾക്ക് സമാധാനവും അവർക്ക് സുരക്ഷിതത്വവും നൽകുക എന്ന ഉത്തരവാദിത്വം രാഷ്ട്രനായകനുണ്ട്. ഇസ്ലാമിക രാഷ്ട്ര നേതൃത്വത്തിന്റെ ബാധ്യതയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളുടെ സമ്പത്ത് തന്നെ ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിങ്ങളുടെ തന്നെ സർവനാശത്തിന് വേണ്ടിയുള്ള ഒരു പടപ്പുറപ്പാടാണ് ഇവർ നടത്തുന്നത്. ഈ കച്ചവട സംഘം തിരിച്ചു മക്കയിൽ തിരിച്ചെത്തിയാൽ ഇതാണ് നടക്കാൻ പോകുന്നത്. സുസജ്ജരായി സർവസായുധരായി അവർ മദീനയെ ആക്രമിക്കും, മുസ്ലിങ്ങളെ വേരോടെ പിഴുതെറിയുവാൻ അവർ മുന്നോട്ട് വരുമെന്ന തിരിച്ചറിവ് എന്ന വിവരം ലഭിച്ച റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നീതിമാനായ ഭരണാധികാരിയായതുകൊണ്ട് തന്നെ തന്റെ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കേണ്ടതുണ്ട് എന്ന തിരിച്ചറിവും ബോധവും ബോധ്യവും ഉള്ളത് കൊണ്ട് തന്നെ അത് തടയുക എന്നത് ഇസ്ലാമിക രാഷ്ട്രനായകന്റെ ബാധ്യതയാണ്, ഉത്തരവാദിത്വമാണ്. അതുകൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിരലെണ്ണാവുന്ന സഹാബി വരുവന്മാരുമായും ഈ കച്ചവട സംഘത്തെ തടയാൻ ശ്രമിക്കുന്നത്. അവർ മക്കയിൽ തിരിച്ചെത്തിയാൽ എല്ലാ അർത്ഥത്തിലും ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിനും മുസ്ലിങ്ങളുടെയും സർവനാശത്തിന്